ഇന്നത്തെ ഈ സൂം പ്രോഗ്രാമിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ആദ്യമായി സർവേശ്വരനോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു ഓൾ. ആദ്യമായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. എൻ്റെ പേര് സുജാമോൾ. എൻ്റെ ലീഡർ യൂനസാർ ആണ്. 4-5 മാസമേ ആയിട്ടുള്ളൂ ഞാനിവിടെ ഈ ബയോട്ടോറിയം ഫാമിലിയിലേക്ക് എത്തിയെങ്കിലും എൻ്റെ ലീഡറിന്റെ സഹായത്തോടെ എനിക്ക് കുറച്ച് അച്ചീവ്മെന്റുകൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളോട് ഇന്ന് സംസാരിക്കാനായി എത്തുന്നത് 10 മാസം കൊണ്ട് 1 കോടി സമ്പാദിച്ച് നമുക്ക് വഴികാട്ടിയായി മാറിയിരിക്കുന്ന നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡറും മോട്ടിവേറ്ററും നമ്മുടെ മെന്ററും നമുക്കെല്ലാം ഊർജം പകരുന്നതുമായിട്ടുള്ള മനോജ് സാറാണ് ഇന്ന് നമ്മളോട് സംസാരിക്കാനായി എത്തുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നമ്മുടെ ഈ സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു സുജാമോൾ മാം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുകയാണ്. ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഓരോ സുപ്രഭാതവും നമുക്ക് ധന്യമാക്കി തീർക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ ഈ 6 ക്ലബ് എന്ന് പറയുന്നത്. വളരെ ആവേശത്തോട് കൂടിയിട്ട്, വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഒത്തിരി ലീഡേഴ്സ് രാവിലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു എനർജി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് മൊത്തത്തിലുള്ളതെന്നാണ് എല്ലാവരും എന്നെ വിളിച്ചു പറയാറുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ പേരിലും വ്യക്തിപരമായുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഓരോ ലീഡേഴ്സും ഓരോരോ സബ്ജക്റ്റുകളുമായിട്ട് നമുക്ക് ഈ സുപ്രഭാതങ്ങളിൽ എത്താറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഓരോ ലീഡേഴ്സ് ഇവിടെ സംസാരിച്ചു. വിനോദ് സാറായാലും യൂനുസ് ഭായി ആയാലും അതേപോലെ തന്നെ ഓരോരുത്തർ എല്ലാവരെയും പേരെടുത്ത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, സംസാരിക്കാറുണ്ട്. പലപ്പോഴൊക്കെ അവസരം ഉണ്ടാകുമ്പോൾ ഞാനും സംസാരിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വൈ ഈ ബയോട്ടോറിയം എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ഈ ബയോട്ടോറിയം ചെയ്യുന്നത്? ഒത്തിരി ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് ബയോട്ടോറിയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ആർക്ക് സാധിക്കുന്നുവോ അവർക്കാണ് ബയോട്ടോറിയത്തിൽ വിജയിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ആദ്യം ചെയ്യേണ്ട അതാണ്. അതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. മറ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ നിന്ന് എന്താണ് ബയോട്ടോറിയത്തെ വ്യത്യസ്തമാക്കുന്നത്? നമുക്കറിയാം, ഇനി വരുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. അത് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പത്രങ്ങളിലും ടി വിയിലൊക്കെ കണ്ടു കാണും. നിരവധി ഭീമാകാരന്മാരായ കമ്പനികൾ പോലും ആയിരക്കണക്കിന് ജോലിക്കാരെ പിരിച്ചുവിടുന്ന ഒരു അവസ്ഥാവിശേഷം അല്ലെ മെറ്റയിൽ നിന്നും അതുപോലെ തന്നെ പല പല കമ്പനികളിൽ നിന്നും പിരിച്ചുവിടുന്ന നിങ്ങൾ വായിച്ചു കാണും. അപ്പൊ തൊഴിൽ മേഖല മൊത്തം സ്തംഭനത്തിലേക്ക് പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ വരുന്ന സമയങ്ങളിൽ അത് വളരെ കുറഞ്ഞു വരികയാണ്. തൊഴിൽ മേഖല ശക്തിപ്പെടില്ല, അവിടെ അവസരം കിട്ടില്ല. നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ആ രംഗത്ത് നേരിടേണ്ടി വരും. അപ്പൊ അതിനുള്ള ഒരു ചോയ്സ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യത നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഡയറക്ട് സെല്ലിങ്ങിന് അനന്തമായ സാധ്യത പ്രോവൺ ഇൻഡസ്ട്രിയാണ്. ലോകത്ത് തന്നെ നിരവധി രാജ്യങ്ങളിൽ പ്രൂവ് ചെയ്ത് ഇന്ത്യയെക്കാൾ വളരെ ചെറിയ രാജ്യമായ അല്ലെ, നമ്മുടെ കേരളത്തിന്റെ പകുതി പോലും ഇല്ലാത്ത മലേഷ്യയിൽ പോലും അല്ലെ എത്രയെത്ര ആളുകളാണ് ഈ ബിസിനസ്സിലൂടെ കോടീശ്വരന്മാരായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ എത്രയോ വർഷങ്ങളായിട്ട് ഇതിനെ ലീഗലൈസ് ചെയ്യുകയും ഇതിനൊരു മിനിസ്ട്രി പോലും ആ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ ചെറിയൊരു രാജ്യമാണ്. അതുപോലെ തന്നെ വലിയ രാജ്യങ്ങളാകുമ്പോൾ നമുക്കറിയാൻ പറ്റും അല്ലേ, അമേരിക്ക മുതൽ ഇങ്ങോട്ടുള്ള ഓരോ രാജ്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയൊരു റവന്യൂ സർക്കാരിലേക്ക് നൽകുന്ന ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുന്ന അല്ലെ, ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് ആളോഹരി വരുമാനം വർദ്ധിക്കലാണ്. ആ രാജ്യത്തിലെ ജനങ്ങളുടെ ഓരോരുത്തരുടെയും വരുമാനം വർദ്ധിക്കുമ്പോഴാണ് രാജ്യം പുരോഗതിയിലേക്ക് എത്തുള്ളൂ. അല്ലാണ്ട് കുറച്ച് വ്യക്തികൾ മാത്രം സാമ്പത്തികമായി ഉയർന്നതുകൊണ്ട് രാജ്യം പുരോഗതിയിലേക്ക് എത്തില്ല. അപ്പൊ ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബോട്ടം ലെവലിൽ സാധാരണക്കാരന് പോലും എത്താൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പ്രൂവൺ ആണ്, വേൾഡ് പ്രൂവൺ ആണ്. എന്നാൽ എന്തുകൊണ്ടോ അല്പം വൈകിയാണ് നമുക്ക് ഇന്ത്യയിലേക്ക് ഇതിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. അതെല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഏറ്റെടുത്ത ഈ അവസരത്തിൽ തന്നെ അത്
ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ഈ കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത്. ഇനിയും നിരവധി കമ്പനികൾ വരും. ഈ വരുന്ന കമ്പനികൾ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളാണോ നിങ്ങൾ പരിശോധിക്കണം. മണി ചെയിൻ കമ്പനികൾ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളല്ല കേട്ടാ. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഒരു കാരണവശാലും അതിനകത്ത് ചെന്ന് പെടരുത്. ക്രിപ്റ്റോ കറൻസി എന്ന പേരിൽ വരുന്നത് കമ്പനി അത് ഡയറക്ട് സെല്ലിംഗ് കമ്പനി അല്ല. അതേപോലെ തന്നെ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് കാശ് തരാം എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് അല്ല. അതേപോലെ നിങ്ങൾ പരസ്യം കണ്ടാൽ മതി, നിങ്ങൾക്ക് കാശ് കിട്ടും അല്ലെ. ഒന്നും ചെയ്യണ്ട, നിങ്ങളെ മൊബൈലിലൂടെ വീട്ടിലിരുന്ന് പരസ്യം കാണുക, എന്നിട്ട് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി. ഇതൊന്നും ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ പെടുന്നതല്ല. സ്നേഹത്തോടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഒന്നും അല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസി എന്ന അതിനൊരു എക്സ്ചേഞ്ച് ഉണ്ട്. ആ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് വാങ്ങാം, വിൽക്കാം, സൂക്ഷിക്കാം. അതിനനുസരിച്ച് അതിന് വില കൂടുന്നതനുസരിച്ച് ലാഭം കിട്ടും, നഷ്ടവും വരാം. അതാണ് ക്രിപ്റ്റോ കറൻസിയുള്ള സംവിധാനം എന്ന് പറയുന്നത്. അല്ലാണ്ട് ക്രിപ്റ്റോ കറൻസി ഒരു കോയിന്റെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, കോയിനൊന്നും ഇല്ല, ടോക്കൺ അല്ലേ. ഇത് ടോക്കൺ ഇറക്കിക്കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ടോക്കണിന്റെ വില കൂട്ടിയിട്ട് അത് മെല്ലെ കോയിനായിട്ട് ലോഞ്ച് ചെയ്യും. സ്വന്തം എക്സ്ചേഞ്ചിലൊക്കെയാണ് ഇതൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. അവസാനം നമ്മുടെ പെട്ടി പീടിക കണക്കെയാണ് ഈ സംഭവം. ആ പെട്ടി പീടിക അടച്ചു പോകുന്നത് പോലെ ഇത് അടച്ചുപോയി എത്രയോ വിശേഷങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് അതൊന്നും അല്ല ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചർ ഉണ്ടാവണം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവണം, നമ്മൾ വാങ്ങുന്ന എമൗണ്ടിന് തുല്യമായ പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കണം. അതാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതാണ് ലീഗലൈസ് ചെയ്ത ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇതെല്ലാം ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് വെച്ചിട്ട് അതിന്റെ പുറകെ ദയവ് ചെയ്തിട്ട് പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അത് ലീഗലല്ല, ഇല്ലീഗലാണ്. ഇനി അത് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ പോയിക്കോളൂ, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവസാനം പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. കർണാടകത്തിൽ കഴിഞ്ഞ ദിവസം 100 കോടി രൂപയിലധികം സമ്പാദിച്ച ഒരു വ്യക്തി ക്രിപ്റ്റോ കറൻസിയിലൂടെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. വരുമാനം ഇല്ലാത്തതുകൊണ്ടല്ല ആത്മഹത്യ ചെയ്ത്, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതെല്ലാം തകർന്ന് തരിപ്പണായപ്പോൾ വീടുകളിലേക്ക് ആളുകൾ കൂട്ടത്തോടെ വരാൻ തുടങ്ങി, കേസാവാൻ തുടങ്ങി, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത വിവരമാണ് കഴിഞ്ഞ കോർ മീറ്റിംഗിൽ ഞാൻ ബോംബെ പങ്കെടുത്തപ്പോൾ അവിടെ നിന്നുള്ള കർണാടക ലീഡേഴ്സ് അവിടെ സംസാരിച്ചത്. മനസ്സിലായ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള കമ്പനികൾ തിരഞ്ഞെടുക്കണം. ആ കമ്പനികൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ലൈഫ് ലോങ് വരുമാനം ഉണ്ടാവും. തുടക്കത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവേണം ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ. വെറും ലാഭം മാത്രമല്ല ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും, കളിയാക്കൽ ഉണ്ടാവും, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും അല്ലെ, ഹറാസ്മെന്റ് ഉണ്ടാവും, ബന്ധുക്കൾ ശത്രുക്കളായിട്ട് മാറും, അടുത്ത സുഹൃത്തുക്കൾ പോലും നമുക്ക് പാരവെക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ബിസിനസ്സിലുണ്ടാവും. ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം നോക്കിക്കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ആര് തളർത്താൻ നോക്കിയാലും തകർക്കാൻ നോക്കിയാലും നമ്മൾ തളരാൻ വേണ്ടി പാടില്ല. അവർക്ക് മാത്രമാണ് ബിസിനസ്സിലും ജീവിതത്തിലും വിജയിക്കാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമേ ഈ ബയോട്ടോറിയത്തിലും വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇത് ബിസിനസിന്റെ ഭാഗമാണെന്നുള്ളതാണ്. ഏത് ബിസിനസ് കാര്യങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അവരൊക്കെ പല പ്രതിസന്ധികളും അനുഭവിച്ചിട്ടാണ് മുന്നോട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. അല്ലാണ്ട് സുപ്രഭാതത്തിൽ എന്താ പറയാ അല്ലേ, ആരും തന്നെ ജോപ്പ് പരവാദയിലൂടെ കടന്നു വന്ന് വിജയിച്ചു വരുന്നല്ല ബിസിനസ്സിലുള്ള ആളുകൾ. പ്രതിസന്ധികൾ ഉണ്ടാവും, കോമ്പറ്റീഷൻ ഉണ്ടാവും, മത്സരങ്ങൾ ഉണ്ടാവും. അതിനെല്ലാം നമുക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കണം. അതൊക്കെ വരുമ്പോൾ നമ്മൾ തൊട്ടാവാടികളെ പോലെ പിറകോട്ട് മാറി നിന്നാൽ നമുക്കൊന്നും ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് തിരിച്ചറിയുക. അതിൽ നിരവധി കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഡയറക്ട് സെല്ലിംഗ് അല്ല, വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു, അത് ഡയറക്ട് സെല്ലിംഗ് അല്ല, അത് വേറൊരു സംവിധാനമാണ്. അപ്പോ ഡയറക്ട് സെല്ലിംഗ് നിരവധി കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറി എന്ന് പറയുന്ന കമ്പനി. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇത് സെലക്ട് ചെയ്തത്. ഇത് സെലക്ട് ചെയ്തെടുക്കുന്നു. പിന്നെയും നമ്മുടെ കൂട്ടത്തിൽ തന്നെ എല്ലാ ആളുകൾ തന്നെ പലതും ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ശരിയല്ല, അത് ശരിയല്ല, മറ്റതാണ് നല്ലത്, അവിടെ എവിടെയുണ്ട്, മറ്റതുണ്ട്. അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നി നിങ്ങൾക്ക് അത് ചെയ്യാം. ആരും ഇവിടെ തടസ്സം നിൽക്കില്ല. പക്ഷെ വിജയിക്കണമെങ്കിൽ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒറ്റ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്താൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. 2 വള്ളത്തിൽ കാല് വെക്കുന്ന ആളുടെ കഥ നമുക്കറിയാം അല്ലേ. അവസാനം ഖം എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ മുങ്ങി ചാവുന്ന, വെള്ളം കുടിക്കുന്ന ഗതികേടിലേക്ക് പോകും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് 2 വള്ളത്തിലൊന്നും കാലം വെച്ചുകൊണ്ട് ഈ ബിസിനസ് ഒരാളും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് വിട്ടുപോകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യാം, അതിന് യാതൊരു തടസ്സമില്ലല്ലോ ഇവിടെ. അതുകൊണ്ട് 2 വള്ളത്തിൽ ബിസിനസ് അല്ലേ കാല് വെച്ചുകൊണ്ട് ഒരു ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല, ഈ ബിസിനസ്സിലും വിജയിക്കാൻ വേണ്ടി പോകുന്നത്. ആത്മാർത്ഥതയും സത്യസന്ധതയും ആയിരിക്കണം ബിസിനസിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ആത്മാർത്ഥതയോളം
സത്യസന്ധത, ഹോണസ്റ്റി ഇല്ലാത്ത ആളുകൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുടെ കൃത്യമായ കടപ്പാടുണ്ടായിരിക്കണം, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം, ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നമ്പർ 1 ബിസിനസ് ഡയറക്ട് സെല്ലിംഗില് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി തന്നെയാണ്. നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ബയോട്ടോറിയത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ ടീം ബിൽഡ് ചെയ്യാതെ അതിനകത്ത് വിജയിക്കാൻ പറ്റില്ല. കമ്പനിയെ കുറിച്ചോ അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഇപ്പൊ ഞാൻ പറയുന്നത് എല്ലാം നമ്മൾ ഘോരഘോരം പ്രസംഗിക്കുന്നത് അല്ലെ. നിരവധി അവാർഡുകൾ കിട്ടിയതും അതും ഗിന്നസ് ബുക്കോ വേൾഡ് റെക്കോർഡും ഇല്ലെ ആയുഷ് കൊറോണ അവാർഡും ഇതൊന്നും തന്നെ മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ, അവർക്കൊന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിൽ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ അല്ലെ അത്ഭുതം, എന്താ പറയാ, നമ്മുടെ ഡയറക്ട് സെല്ലിങ്ങിലെ അല്ലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ബയോട്ടോറിയം. ഒരു സംശയവും വേണ്ട അല്ലെ. നമ്മൾ ലോകാത്ഭുതങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ലേ. താജ്മഹൽ ഒരു ലോകാത്ഭുതമാണ് ഇല്ലേ. സപ്താത്ഭുതങ്ങളൊക്കെ കേട്ട ആ അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ബയോട്ടോറിയം മാറും. ഒരു സംശയവും വേണ്ട സുഹൃത്തുക്കളെ. ആ രീതിയിലാണ് കമ്പനിയുടെ പോക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസിൽ പോയിട്ട് വന്നിരിക്കുകയാണ്, എല്ലാവർക്കും അറിയാലോ. അവിടുത്തെ സംവിധാനങ്ങളും കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അടിപൊളി ഓഫീസ് അറ്റ്മോസ്ഫിയറും അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. മെയ് ലാസ്റ്റോട് കൂടിയിട്ട് ഒന്ന് മഴയൊക്കെ പോയിട്ട് ഈ ചൂടൊക്കെ അല്ലേ, അപ്പൊ ജൂണോട് കൂടിയിട്ട് നമുക്ക് ബാച്ച് ആയിട്ട് നമുക്ക് അവിടെ ഓഫീസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വലിയ രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ആണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. ഒരു സംശയവും വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് വിജയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റിക്ക് ഓൺ ചെയ്യണം. നിങ്ങളുടെ മനസ്സുകൊണ്ട് തീരുമാനിക്കും നിങ്ങൾ ഏത് കമ്പനിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് വേണോ ഇത് വേണോ അത് വേണം തീരുമാനിച്ചിട്ടില്ലേ ബയോട്ടോറിയത്തിലേക്ക് വന്നത്. എന്നിട്ട് ഇവിടെയും നിങ്ങൾക്ക് ശാശ്വത അല്ലേ, നിങ്ങൾക്ക് വേറെ ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് തിരഞ്ഞെടുക്കുന്നതിന് ആരും എതിരില്ല. പക്ഷെ എവിടെ പോയാലും നമുക്ക് വിജയിക്കണം നമ്മുടെ സത്യസന്ധമായ പ്രവർത്തനമായിരിക്കണം. സത്യസന്ധത ഇല്ലാത്ത ആളുകൾക്ക് വിജയിക്കാൻ പറ്റില്ല. നമ്മളൊരു കസ്റ്റമറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് സത്യസന്ധമായിട്ടായിരിക്കണം. ഓരോ വാക്കുകളും കറക്റ്റ് ആയിരിക്കണം. അവരുടെ അടുത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ക്യാഷ് മേടിച്ചു കഴിഞ്ഞാൽ ആ ക്യാഷ് കമ്പനിയിലേക്ക് കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിൽ പലരും പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം. ഒരു ആളുടെ പൈസ എന്ന് പറഞ്ഞാൽ അവരുടെ വിയർപ്പാണ്, മനസ്സിലായ. ആ എമൗണ്ട് കൃത്യമായിട്ട് ഓൺ ദ സ്പോട്ടിലോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ കമ്പനിയിലേക്ക് കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അദ്ദേഹത്തിന് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണം. കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കണം പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് എത്തിക്കുന്നതിൽ തന്നെ കുറച്ച് പ്രൊഡക്റ്റുകൾ മാറ്റി വെച്ചുകൊണ്ട് പിന്നീട് കൊടുക്കാന്നുള്ള രീതിയിലേക്ക് ചില ആളുകൾ കൊടുക്കുന്നതായിട്ട് പരാതി വന്നിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക്. എനിക്ക് വ്യക്തമായിട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ആളെ പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പലരും പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല സാറേ. പ്രൊഡക്റ്റ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, കുറച്ച് ദിവസം വൈകും. അന്ന് തന്നെ പ്രൊഡക്റ്റ് കിട്ടില്ല, പ്രൊഡക്റ്റ് അല്പ ദിവസം വൈകും, എല്ലാവർക്കും അറിയാം, സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ആ പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവരുടെ വീട്ടിൽ ചെന്ന് ഇരുന്ന് ബോധ്യപ്പെടുത്തി ഇന്ന പ്രൊഡക്റ്റുകളാണ് നിങ്ങളെന്ന് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. അല്ലാണ്ട് പൈസ വാങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ പ്രൊഡക്റ്റ് ചോദിക്കുമ്പോൾ അവരുടെ തലയിൽ കയറാൻ വേണ്ടി പോവാ, സൗകര്യമില്ല, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞാലൊന്നും നമുക്ക് ഈ ഡയറക്ട് സെല്ലിങ്ങിലും പ്രത്യേകിച്ച് ഈ ബയോട്ടോറിയത്തിലും വിജയിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ സത്യസന്ധമായിട്ട് പോകുന്ന ആളുകൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. വാങ്ങിച്ച കാശിന് കൃത്യമായ പ്രൊഡക്റ്റ് ഇത്രാം തീയതി കിട്ടുമെന്ന് അവരെ പറഞ്ഞു പോയി. അല്പം ലേറ്റ് ആവും, കുഴപ്പമില്ല, അത് അവരോട് പറയണം. അത് പറഞ്ഞ് കൃത്യസമയത്ത് അവരിലേക്ക് എത്തിക്കാനും കൊണ്ടു കൊടുക്കാനും ഇത് ഉപയോഗിക്കേണ്ട രീതികൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ആ ഫാമിലിയെ വിളിച്ചിരുത്തിക്കൊണ്ട്, അതാണ് ഒരു ഹോം മീറ്റിങ്ങിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ആ വീട്ടുകാരെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത് ഉപയോഗിക്കേണ്ട രീതികൾ എങ്ങനെ ഉപയോഗിക്കണേ, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ ഫാമിലിയെ നമ്മൾ പഠിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ നിന്നാണ് സുഹൃത്തുക്കളെ ബിസിനസിന്റെ തുടക്കം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ബിസിനസിന്റെ തുടക്കം. ആ വ്യക്തികൾ എന്ത് ചെയ്യും, ആ ഫാമിലി എന്ത് ചെയ്യും, അവരുടെ അടുത്ത സുഹൃത്തുക്കളിലേക്ക് ബന്ധുക്കളിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ട് വരാൻ തുടങ്ങും. ഇന്നലെ രാത്രി ഞാൻ നമ്മുടെ ഒരു ലീഡറായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഒരു ഡോക്ടർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി പോയതാ മാസങ്ങൾക്ക് മുമ്പ്, മനസ്സിലായ. ഡോക്ടർ നിരസിച്ചു. ഡോക്ടർ പറഞ്ഞ് എനിക്കിത് ആവശ്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആണ്, അത് സർജനും കൂടിയാണ്. അവർ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടർ ഇന്നലെ രാത്രി വിളിച്ച് സംസാരിച്ച ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സയൻസ് അല്ല, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പ്രൊഡക്റ്റ് എടുക്കാതെ തിരിച്ചു വന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും അവരായിട്ട് സംസാരിക്കേണ്ടി വന്നു. ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു സാഹചര്യം വന്നു. അവിടെ കൊണ്ടുപോയിട്ട് പ്രൊഡക്റ്റ് ഡോക്ടറുടെ അമ്മക്ക് പ്രൊഡക്റ്റ് കൊടുത്തു. ആലോചിച്ച് നോക്കണം നിങ്ങൾ. 2 വർഷം മുമ്പ് വേണ്ടെന്ന് പറഞ്ഞ ആ പ്രൊഡക്റ്റ് അവർ ആ അമ്മക്ക് തീരെ എന്തൊക്കെയോ അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി, യാതൊരു മാറ്റം ഉണ്ടായില്ല, ഉറക്കം തീരെയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇതേ ഡോക്ടർ ഏതായാലും അമ്മക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നു പറഞ്ഞാൽ അമ്മക്ക് പ്രൊഡക്റ്റ് കൊടുക്കുകയും കഴിഞ്ഞ ദിവസത്തെ റിസൾട്ട് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഡോക്ടർ. ഇപ്പോൾ
ആലോചിച്ച് നോക്കണം നിങ്ങള്. ഞാൻ ഇത്രയും ചികിത്സിച്ചിട്ടും ഇത്രയും എല്ലാം നോക്കിയിട്ടും അമ്മയുടെ ഒന്നിനും ഒരു ചേഞ്ചസ് വന്നില്ല. എന്നാൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ നല്ല ഉറക്കാം നമുക്ക്. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഒത്തിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു. അത് മാത്രമല്ല, ഒരു 3-4 പ്രൊഡക്റ്റിന് ഡോക്ടർ ഓർഡർ കൊടുത്തു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ലീഡർ നിങ്ങളോട് പിന്നീട് ഏതെങ്കിലും അവസരം കിട്ടുമ്പോൾ സംസാരിക്കും. അതുകൊണ്ട് ഞാൻ ആളെ പേരും കാര്യങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ല. അല്ലെങ്കിൽ രാത്രി എന്നെ വിളിച്ച് സംസാരിച്ചാൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത്രയും റിസൾട്ട് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. വേറൊരു കമ്പനിക്കും ഇത്രയും സ്പോട്ടിൽ റിസൾട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് നമുക്ക് കാണാം. എല്ലാ പ്രൊഡക്റ്റും നല്ലതാണ്, മോശമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് സഡൻ ആണ്. അപ്പൊ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് കൃത്യമായിട്ട് നമുക്ക് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് സക്സസ് ആവാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതിനകത്ത് ജോയിൻ ചെയ്ത് വെച്ചത് കൊണ്ടോ ആൾക്കാരോട് അതും ഇതും പറഞ്ഞത് കൊണ്ടോ ഒന്നും ഇതിനകത്ത് സക്സസ് ആവും. സുജമോൾ ഇവിടെയുണ്ട്. സുജമോൾ ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് ഇതിനകത്ത് വന്നിട്ടുള്ളൂ അല്ലെ. ഇന്നിപ്പോ ഏറ്റവും തിളങ്ങുന്ന നക്ഷത്രമായിട്ട് സുജമോൾക്ക് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ 24 മണിക്കൂർ ഫീൽഡിലാണ് ഇല്ലേ. എല്ലാ ട്രിപ്പുകളും അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആര് അനൗൺസ് ചെയ്തിട്ടുണ്ട് ആ ട്രിപ്പുകൾ മുഴുവൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലെ. കമ്പനിയുടെ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഫീൽഡിൽ ഇറങ്ങുന്നതുകൊണ്ടാണെന്ന്. ഫീൽഡിൽ ഇറങ്ങാതെ ഒരു കാരണവശാലും ഡയറക്ട് സെല്ലിങ്ങിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മളൊരാൾ വന്നു കഴിഞ്ഞാൽ 2 പേര്, അതാണ് നമ്മുടെ ഇതിന്റെ ബൈനറി തിയറി എന്ന് പറയുന്നത്. 2 പേരിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാത്തുള്ളൂ. ആ 2 പേര് അടുത്ത 2 പേരിൽ എത്തിക്കുന്നു. 4, 8, 16, 32 ഈ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെ കൂടെ നമ്മൾ നിന്ന് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ട് സാധിക്കുന്നതിന് തെളിവാണ് സുജമോള് അല്ലെ. ഇപ്പോഴും നല്ല വരുമാനം കിട്ടുന്നത് അതാണ് തെളിവ്. അങ്ങനെ തന്നെയാണ് ഞാനും വന്നപ്പോ ഇതിനകത്ത് ഇറങ്ങി വർക്ക് ചെയ്തത്. ഫീൽഡിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്തത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഇൻഡസ്ട്രിയെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും ഇതിന്റെ സാധ്യതകളെ കുറിച്ചും ഇതിന്റെ അവസരത്തെ കുറിച്ചും ഒക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പൊ പ്രൊഡക്റ്റ് ക്ലിയർ, പ്രൊഡക്റ്റ് നമ്പർ 1, ഒരു സംശയം വേണ്ട. ഇത് കൂടാതെ വെൽനസ് പ്രൊഡക്റ്റുകൾ ഇപ്പൊ നമ്മൾ 1 by 1 ആയിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കും നമ്മുടെ പ്രൊഡക്ട്സ് ഉപയോഗിക്കും. അത് മാത്രം പോരാ, പോഷകാഹാരങ്ങൾ നമ്മുടെ സെല്ലുകൾക്ക് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പോഷകാഹാരങ്ങൾ വേണ്ട രീതിയിൽ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെല്ലുകൾ വീക്കാവും. അപ്പൊ അതിന് വേണ്ടുന്ന നമ്മൾ അൾട്രാവറി ജ്യൂസ് പോലുള്ള, അതേപോലെ തന്നെ മോർ പവർ പോലെ എന്ത് പ്രീമിയം പ്രൊഡക്റ്റ് ആണെന്ന് അറിയാതൊക്കെ ഇല്ലേ. മോർ പവർ ഒക്കെ ഇറങ്ങിയപ്പോ സാറേ ഇതൊക്കെ ആരും മേടിക്കാനാണ് സാറേ എന്ന് എന്നോട് പറഞ്ഞത് കുറെ ആൾക്കാർ വിളിച്ചിട്ട്. 10,900 സാറേ, നമ്മളിനെല്ലാം വില കൂടുതലാണ് സാറേ എന്ന്. ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ, വില കൂടുതലാണെങ്കിൽ അതിന് ക്വാളിറ്റി ഉണ്ടാവും, കഴിച്ച റിസൾട്ട് ഉണ്ടാവും, ശരീരം പ്രതികരിക്കും. മനസ്സിലായി? ഇന്ന് മോർ പവർ കിട്ടാനില്ല ഇന്ന്. ആ രീതിയിലേക്ക് നമ്മുടെ ക്ലാസ് പ്രൊഡക്റ്റ് ആണ് എല്ലാം എന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ അല്ലേ. നമുക്ക് മോർ പവർ കഴിച്ചവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ട് കഴിഞ്ഞ ദിവസം, ഇനി അതാരും മാർക്കറ്റ് ചെയ്യണ്ട, ഞാൻ വീണ്ടും പറയുന്നത്, കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ആൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്തു. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറിന്റെ അടുത്ത് പറഞ്ഞതാ. അതൊന്നും കമ്പനി അവകാശപ്പെടുന്നില്ല, നിങ്ങളും അവകാശപ്പെടാൻ വേണ്ടി പാടില്ല. പക്ഷെ ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി പറയാം, അത്രേ ഉള്ളൂ. നോ ഗ്യാരണ്ടി അല്ലേ. അങ്ങനെ മാർക്കറ്റ് ചെയ്യരുത്. അവര് നമ്മുടെ മെട്രസ് പേഡും കൊടുത്തു, അതേപോലെ തന്നെ നമ്മുടെ മോർ പവർ ഉപയോഗിച്ചപ്പോ ഇപ്പൊ ആ കുട്ടി ഗർഭിണിയാണ്, 4 മാസം ഗർഭിണിയാണ് ഇപ്പോ. എത്ര ലക്ഷക്കണക്കിന് രൂപ അവര് പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ചെലവാക്കിയിട്ടും ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ച് ചില ആളുകൾക്ക് റിസൾട്ട്, എല്ലാവർക്കും ഇത് റിസൾട്ട് കിട്ടണമെന്നില്ല ഈ രീതിയിൽ. പക്ഷെ അതുകൊണ്ട് അങ്ങനെ മാർക്കറ്റ് ചെയ്യരുത്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കുക. ഇങ്ങനെയുള്ള ഒരു വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ ഇല്ലേ. ഒരു 10,700 ഒരു സൂപ്പർ പ്രീമിയം പ്രൊഡക്റ്റും അതുപോലെ നമ്മുടെ 10,900 ഒരു മോർ പവറും കൂടി വാങ്ങി യൂസ് ചെയ്യാൻ പറഞ്ഞാൽ പോരെ. ഇത്രയും ആകെ ചെലവുള്ളൂല്ലോ, കറക്റ്റ് അല്ലേ? അപ്പൊ അങ്ങനെ എന്തൊക്കെ റിസൾട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിന് കിട്ടുന്നത്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ കൂടെ ലോഞ്ച് ചെയ്തിരിക്കുന്നു സീബക്ത്രോൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അല്ലെ. സീബക്ത്രോണിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അതൊരു എന്താ പറയാ, ഒരു പുനർജന്മം നൽകുന്ന പ്രൊഡക്റ്റ് ആണ് അല്ലെ. സീബക്ത്രോൺ എന്ന് പറയുന്നത്, സീബക്ത്രോൺ അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ്. മൃദുസഞ്ജീവനി എന്ന് അതിനെ കുറിച്ച് പറയാം അല്ലെ. ആ പ്രൊഡക്റ്റ് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അതിപ്പോ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ 1 by 1 ആയിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ ബയോട്ടോറിയത്തിൽ ലോഞ്ച് ചെയ്യും. ഒരു സംശയവും വേണ്ട. ഞാൻ തുടങ്ങിയ സമയത്ത് വെറും 4 പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഒരു റിസ്റ്റ് ബാൻഡും, ഒരു വാട്ടർ എനർജി പാഡും, ഒരു പില്ലോ പാഡും, ഒരു മാട്രസ് പാഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ 4 പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ 300-ൽ പരം കോടീശ്വരന്മാരെ ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ കമ്പനി സൃഷ്ടിച്ചെടുത്തത്. ഫാസ്റ്റസ്റ്റ് കറോർപതി മേക്കിംഗ് കമ്പനി എന്നുള്ള രീതിയിൽ
MSMEയുടെ അശോക സ്തംഭ അവാർഡ് കിട്ടിയ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഇബാട്ടോ. ആ കമ്പനിയുടെ പേരാണ് ഇബാട്ടോ. അറിയോ, 300 കോടീശ്വരന്മാരെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്ത് ബയോട്ടോറിയം. പ്രൊഡക്റ്റ് ഒന്നുമില്ല, ഈ 4 പ്രൊഡക്റ്റാ. എന്നിട്ട് ഇപ്പൊ ആൾക്കാർ പറയണെന്ന് വെച്ചാൽ സാറേ പ്രൊഡക്റ്റ് കുറവാണ്, പ്രൊഡക്റ്റ് ഒന്നും വരുന്നില്ല, അത് വരുന്നില്ല. എന്തിനാണ് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ജനങ്ങൾ ഇപ്പൊ 30-35 ലക്ഷം കസ്റ്റമറെ ഇന്ത്യയിൽ ഇത് വാങ്ങിച്ചിട്ടുള്ളൂ. കേരളത്തിൽ 5 ലക്ഷത്തിൽ താഴെ ഉള്ളൂ. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ കേരള ടീം വഴി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത്രയും പേര് ഉപയോഗിക്കുന്നില്ല. കേരളത്തിൽ തന്നെ 3.5 കോടി ജനങ്ങളുണ്ട്. അത്രേ ഇല്ലേ? ആർക്ക് എത്തിയിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ്? എവിടെ എത്തിയിട്ടില്ലെന്ന്, തുടങ്ങിയിട്ടില്ലല്ലോ ഇത്. 140 കോടിയിലധികം ജനങ്ങളുള്ള ഈ രാജ്യത്ത് 35 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം എന്ന് പറഞ്ഞ് തുടങ്ങിയോ? എന്നിട്ടും ഇപ്പൊ ആളുകൾ ഇരുട്ട് തപ്പാണ്. ഇനിയും പ്രൊഡക്റ്റ് വന്നിട്ടില്ല, മറ്റു പ്രൊഡക്റ്റ് ഇല്ല, ആ പ്രൊഡക്റ്റ് ഇല്ല, ഈ പ്രൊഡക്റ്റ് ഇല്ല. അന്ന് എന്നോട് തുടങ്ങുമ്പോൾ പലരും പറഞ്ഞു ഈ കമ്പനിക്ക് റീപർച്ചേസ് ഇല്ല. ആ അന്നത്തെ കാലത്ത് പറഞ്ഞ മനസ്സിലായ, അതുകൊണ്ട് ഈ കമ്പനി ഓടില്ല എന്നുള്ളത്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഉള്ള പ്രൊഡക്റ്റ് വെച്ച് കച്ചവടം ചെയ്യും. കമ്പനി എല്ലാം 1 by 1 ആയിട്ട് കൊണ്ടുവരും, ഓരോ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യും, സമയമാകുമ്പോൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വസിച്ച് കൂടെ നിന്ന ആളുകൾ വലിയ വരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ? ചില ആളുകൾ അവിടുന്ന് ഇവിടുന്ന് പറയുമ്പോൾ വിശ്വാസം ചോർന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. വെറും 4 പ്രൊഡക്റ്റ് കൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ആ 4 പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഏകദേശം 2 കോടിയിലധികം രൂപ അന്ന് വരുമാനം വാങ്ങിച്ചത്, ഘട്ടം ഘട്ടമായിട്ട്. ഇപ്പൊ 4 കോടിയിലേക്ക് വരുമാനം എത്തുമ്പോ ഇപ്പോഴാണ് അൾട്രാബറി ജ്യൂസ് ഒക്കെ വന്നിട്ട് അത്രയല്ലേ നാളായിട്ടുള്ളൂ നമുക്ക് അല്ലെ? മോർ പോറൊക്കെ വന്നിട്ട് അത്രയേ നാളായിട്ടുള്ളൂ. സീബക്ത്രോൺ ലോഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. അടുത്തത് മുരിങ്ങയുടെ എക്സ്ട്രാക്ട് വരാൻ വേണ്ടി പോവാണ്. പ്രോട്ടീൻ പൗഡറുകൾ ലോഞ്ച് ചെയ്യാണ്. അതേപോലെ തന്നെ സീബക്ത്രോണിന്റെ ഗുമ്മീസ് വരുന്നു. അതേപോലെ തന്നെ മെലാട്ടോണിൻ എന്ന് പറയുന്ന അല്ലെ നല്ല ഉറക്കം കിട്ടുന്ന ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത രീതിയിലുള്ള പ്രൊഡക്ട്സ് വരുന്നു. അതേപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ പൗഡറുകൾ വരുന്നു, ഹെർബൽ ടീ വരുന്നു, ഗ്രീൻ ടീ വരുന്നു. ഇതെല്ലാം 1 by 1 ആയിട്ട് വരിക, 1 by 1 ആയിട്ട് വരും, ഒരു സംശയം വേണ്ട. ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് പർച്ചേസിലും റീപർച്ചേസിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. രണ്ടിലും നമുക്ക് കിട്ടും. 1 by 1 ആയിട്ട് വരും, ഒരു സംശയം വേണ്ട. സാഗർ ജോഷി സാർ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബയോട്ടോറിയത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കും, ഒരു സംശയം വേണ്ട. പ്രത്യേകിച്ച് കേരള ടീം ആവശ്യപ്പെട്ടു, സാറേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഓഫീസ് സംവിധാനം വേണം. കൃത്യമായിട്ട് ഓഫീസ് സംവിധാനം തന്നു അല്ലേ? നമ്മൾ ആവശ്യപ്പെട്ട് തന്നിട്ടുണ്ട്. അതേപോലെ ചെറിയ പാക്കേജസ് വേണമെന്ന് നമ്മൾ പലരും ആവശ്യപ്പെട്ടു. ആ പാക്കേജസ് ഒന്നും ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല അല്ലേ? 3100 നമ്മളെ ഗോൾഡ് റിങ്ങും മറ്റേ മോർപ്പോറൊക്കെയുള്ള പ്രൊഡക്റ്റുകൾ കേരളത്തിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത് തന്ന പാക്കേജാണ് അത്. അന്ന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ വലിയ പാക്കേജ് ആളുകൾ എടുക്കുന്നത്. പക്ഷെ ഒരാളും അത് നമ്മൾ ചെയ്യാറില്ല. 90% ആളുകളും നമ്മുടെ മാഗ്നറ്റിക് പ്രൊഡക്ട്സ് തന്നെയാണ് ഇന്നും സെയിൽ ചെയ്യുന്നത്. കാരണം അത് കൊടുത്ത റിസൾട്ട് ആണെന്ന് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ സാഗർ സാർ അത് അനുവദിച്ചു വന്നു. ചെറിയ പാക്കേജ് 13 PV എടുത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫാമിലി ബോണസ് കുറവായിരുന്നു. അവർ പിന്നെ അപ്ഗ്രേഡ് ചെയ്യണമായിരുന്നു. അതും സാഗർ സാറോട് സംസാരിച്ചു. ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 100 PV ബിസിനസ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഏത് പാക്കേജ് ആണെന്നുള്ളത് ഒരു പ്രശ്നമല്ല. 13 PV ആയാലും 25 PV ആയാലും 50 PV ആയാലും എല്ലാം സെയിം ഫാമിലി ബോണസ് തന്നെ നടപ്പിലാക്കി. കാരണം ചെറിയ പാക്കേജ് എടുത്ത് വരുന്ന ആളുകളെ അവഗണിക്കില്ല എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അതൊക്കെ നേടിയെടുത്തത്. എല്ലാവർക്കും ഇല്ലേ? 13 PV എടുത്ത് വരുന്ന ഒരാള് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു, 100 PV വെച്ചാൽ അവയർനെസ് ബോണസ്, ഫാമിലി ബോണസ് ഉണ്ട്. ഇപ്പൊ അതെല്ലാം മാറിക്കൊണ്ട് ഈ ജനുവരി മുതൽ നമുക്ക് ബൂസ്റ്റർ ബോണസ് വന്നിരിക്കുന്നു അല്ലെ? നോക്കണം, ഏതെങ്കിലും കമ്പനിക്ക് സ്വപ്നം കാണാൻ പറ്റും ഇത്? ഇന്നലെയൊക്കെ സ്ത്രീകൾക്കൊക്കെ എത്രയാ കാശ് കിട്ടിയിരുന്നു? 4040 രൂപ കിട്ടിയിട്ട് എന്നെ പലരും വിളിച്ച് സന്തോഷം പറഞ്ഞു, എന്റെ പൊന്നു സാറേ ഞങ്ങൾ വേറെ ഒരു കമ്പനിയിലായിരുന്നു കുറെ നാളായിട്ട്, അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒന്നും കിട്ടിയിട്ടില്ല സാറേ. ഞങ്ങൾ വെറും 13 PVയുടെ പാക്കേജ് എടുത്താൽ മതി. വെറും 4800 രൂപയുടെ ഒരു അൾട്രാബറി ജ്യൂസും ഒരു മോർ പവറും. നമ്മുടെ വാല്യൂ ആഡഡ് പാക്കേജിന്റെ കാരണം ബൂസ്റ്റർ പാക്കേജാണ് ഞാൻ പറയുന്നത്. ബൂസ്റ്റർ ബോണസ് കിട്ടണമെങ്കിൽ പുതിയ ആളുകളെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ബൂസ്റ്റർ പാക്കേജിൽ തന്നെ അവരുടെ ID ക്രിയേറ്റ് ചെയ്തിരിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക, അല്ലാതെ കിട്ടത്തില്ല കേട്ടാ. പലരും വന്ന് ബൂസ്റ്റർ പേയ്മെന്റ് വന്നിട്ടില്ല സാറേ. ഞാൻ എടുത്തു നോക്കുമ്പോഴേക്ക് എന്താണ് 5200 അവരെ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. 5200 പാക്കേജിൽ ജോയിൻ ചെയ്യിച്ചിട്ട് അവര് പോയിട്ട് ഒരു 13500 ബൂസ്റ്റർ പാക്കേജ് കൊടുത്താൽ അവർക്ക് ബൂസ്റ്റർ ബോണസ് കിട്ടുമോ? കിട്ടില്ല. എല്ലാവരും നോട്ട് ചെയ്യണം. ഇനിയും പല ടീമിലും ഇത് പറഞ്ഞു കൊടുക്കാതെ പല ആളുകളും വിളിച്ചുകൊണ്ടിരിക്കുക.
ഒരു കസ്റ്റമർക്ക് ബൂസ്റ്റർ ബോണസ് കിട്ടണമെങ്കിൽ ആ കസ്റ്റമറുടെ ഐഡി എന്തായിരിക്കണം? ബൂസ്റ്റർ ബോണസ് ഐഡി ആയിരിക്കണം. ബൂസ്റ്റർ ബോണസ് ഐഡി സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയില്ല? അത് മിനിയാന്നൊക്കെ അതിന്റെ PPT വന്നിട്ടുണ്ടല്ലേ. 4800 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു അൾട്രാ പവറിയും ഒരു മോർ പവർ. പിന്നെ അതിന്റെ പല പാക്കേജസ് ഉണ്ട്. അത് നിങ്ങൾ എടുത്ത് നോക്കുക. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അവർക്ക് നിങ്ങൾക്ക് വലിയ എമൗണ്ട് ഇല്ല, 13,500 മുടക്കാനില്ല, അല്ലെങ്കിൽ 14,500 മുടക്കാനില്ലെങ്കിൽ വെറും 13 PVയുടെ ഒരു ഐഡി അടിച്ചുകൊണ്ട് അവർ കൊണ്ടുവരുന്ന ആള് ചിലപ്പോൾ 13,500 ആണെങ്കിൽ അവർക്ക് 50 PVയുടെ ബൂസ്റ്റർ ബോണസ് 2020 രൂപ കിട്ടും. 100 PV കൊണ്ടുവന്നാൽ 4,040 രൂപ കിട്ടും. അവരാകെ മുടക്കിയത് 4,800 രൂപയായിരിക്കും. 4,800 രൂപ മുടക്കിക്കൊണ്ട് ഒരു 100 PVയുടെ ബിസിനസ് അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് 4,040 രൂപ കിട്ടും. അവരുടെ മുടക്ക് കാശ് അപ്പൊ തന്നെ കിട്ടി ഇല്ലേ? പ്രൊഡക്റ്റ് വേറെ. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കാം. പഴയ ആളുകൾക്ക് മാത്രമാണ് നമുക്ക് ആ ഐഡിക്ക് നിലവിൽ കിട്ടുള്ളൂ ബൂസ്റ്റർ ബോണസ്. പുതിയ കസ്റ്റമർക്ക് എല്ലാം തന്നെ നിങ്ങൾ 4,800 ചെറിയ 13 വീടിന്റെ ബിസിനസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നാലും ബൂസ്റ്റർ ബോണസ് കിട്ടും. ഇപ്പൊ ബൂസ്റ്റർ ബോണസ് വലിയൊരു ഇൻകമാണ്. അതുകൊണ്ട് പഴയ പാക്കേജ് കൊടുത്ത് ജോയിൻ ചെയ്യിപ്പിച്ചാൽ അവർക്ക് ബൂസ്റ്റർ ബോണസ് കിട്ടില്ല. ബൂസ്റ്റർ ബോണസ് വേണ്ടെങ്കിൽ അത് പറയാനും പോണ്ട. പഴയ പാക്കേജ് അതേപോലെ തന്നെ ചെയ്തു പോകാം, ഒരു കുഴപ്പമില്ല. അവർക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ ഒരു ഫാമിലി ബോണസ് ഉണ്ടാവും, അവയർനെസ് ബോണസ് ഉണ്ടാവും, ഒരു കട്ട് ഓഫിൽ എമൗണ്ടും കിട്ടും. സീലിംഗ് എമൗണ്ട് 15,000 രൂപയോളം കിട്ടും. അത് അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ പ്ലാൻ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വയമായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് 100 PVയുടെ ബിസിനസ് ക്ലോസ് ചെയ്താൽ 100 PV മാച്ച് ചെയ്താൽ 14,900 രൂപ കിട്ടും. ഏകദേശം 15,000 രൂപയോളം കിട്ടുന്നുണ്ട് അല്ലെ? ഒരു 7 പേർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1,00,000 രൂപ കിട്ടും അല്ലെ? 15 × 7 എത്രയായി? 70, 7, 35, 1,05,000 രൂപ കിട്ടും. 7 പേർ ഒരു മാസം ചെയ്താൽ മതി. 14 കസ്റ്റമർക്ക് കൊടുത്താൽ മതി. 14 കസ്റ്റമർക്ക് നമ്മൾ കൊടുത്താൽ ഒറ്റയ്ക്ക് നമ്മൾ ഇറങ്ങിയാൽ പോലും 1,00,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം ബയട്ടോറിയത്തിലല്ല, അത് വേറെ ഏത് കമ്പനിയിലുണ്ട് നിങ്ങൾ നോക്കണം. മനസ്സിലായ? ബയട്ടോറിയത്തിലല്ലാതെ വേറെ ഏത് കമ്പനിയിലുണ്ട് സുഹൃത്തുക്കളെ? ഇല്ല. 1,00,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 14 പേർക്ക് നിങ്ങൾ 100 PVയുടെ പ്രൊഡക്റ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 28 പേർക്ക് 50 PVയുടെ പ്രൊഡക്റ്റ് കൊടുത്താൽ മതി അല്ലെ? അത് നിങ്ങളൊരു 100 ദിവസത്തെ അല്ലെങ്കിൽ 90 ദിവസം നിങ്ങളൊരു ടാർഗറ്റ് ഇട്ട് 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 1,00,000 രൂപ ഉണ്ടാക്കാം അല്ലെ? മാസം ആവറേജ് 30,000 മുകളിലായില്ലേ അല്ലെ? 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 1,00,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കേവലം 14 പേർക്ക് കൊടുത്താൽ മതി 100 PVയുടെ പാക്കേജ്. 50 PVയുടെ ആണെങ്കിൽ എത്ര വേണം? 28 പേര് വേണ്ടി വരും. 90 ദിവസം കൊണ്ട് 28 പേർക്ക് നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റില്ലേ? സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ 1,00,000 രൂപ എന്ന ഗോള് നിങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് നമ്മൾ ടീമിനെ ഫോക്കസ് ചെയ്താൽ സ്വാഭാവികമായിട്ട് അവർക്കെല്ലാം വരുമാനം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് വരുമാനം ഉണ്ടാകുമ്പോൾ നല്ലൊരു ടീം അവിടെ ബിൽഡ് ചെയ്യും. അവർ നമ്മുടെ കൂടെ നിൽക്കും. വരുമാനം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓരോ ലീഡേഴ്സിന്റെയും ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ മെല്ലെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാക്കി മാറ്റണം. അതൊക്കെ നമ്മൾ ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആദ്യം കസ്റ്റമർ ആയിട്ടാണ് വരുന്നത്. അവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ തുടങ്ങും, ഉപയോഗിച്ച് റിസൾട്ട് കിട്ടാൻ തുടങ്ങും. അപ്പൊ അവരോട് പറയാം നമുക്ക് ഇതൊന്ന് റെക്കമെൻഡ് ചെയ്ത് നല്ലൊരു ഹ്യൂജ് ഇൻകം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അവരെ മെല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് കൊണ്ടുവരിക. അവിടെ നിന്ന് പിന്നെ അവരെ നല്ലൊരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അവർക്ക് മുടക്കിയ കാശ് നിങ്ങൾ വിത്തിൻ 1 വീക്ക് തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് വീട്ടിൽ ചെന്നിരുന്നിട്ട് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ഫീൽഡിലേക്ക് നമുക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കണം. അവർക്ക് ഫസ്റ്റ് വരുമാനം നിങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ ഇല്ലേ, ഒരു 13,500 ഒരു എൻട്രി അവർക്ക് വേണ്ടി നിങ്ങൾക്ക് അവരുടെ ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയല്ല, അവരുടെ ഹാപ്പിനെസ് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയൊക്കെ ഉണ്ടാവും. ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക് ഇല്ലേ? 4,040 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം വരുന്ന അതിന്റെ സന്തോഷം ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക് നിങ്ങളോട്. അങ്ങനെ നമ്മൾ ബോട്ടം ലെവലിലേക്ക് ഇറങ്ങി അവരുടെ അടുത്ത റെഫറൽ അങ്ങനെ വരുന്ന ഓരോ ആളുകളെയും കൂടെ നിന്നിട്ട് കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യണം? കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവർ തരുന്ന കാശ് അതേപോലെ കൃത്യമായിട്ട് കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് പ്രൊഡക്റ്റുകൾ കൃത്യസമയത്ത് വാങ്ങിച്ച് കൃത്യസമയത്ത് അവരുടെ വീടുകളിലേക്ക് എത്തിച്ച് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയാം. ഇല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അവരോട് ഏത് രീതിയിലാണോ നമ്മൾ പെരുമാറുന്നത് അതിനനുസരിച്ചിട്ടാണ് തിരിച്ചിങ്ങോട്ടുള്ള പെരുമാറ്റം ഉണ്ടാവുള്ളൂ. നമ്മൾ ആ സമയത്ത് തന്നെ പോയിട്ട് ഇടപെട്ട് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും അല്ലെ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് ടീം ബിൽഡ് ആവുന്നത്. ഇല്ലെങ്കിൽ ആദ്യം തന്നെ ആ ടീം നെഗറ്റീവ് ആവാൻ തുടങ്ങിയാൽ പിന്നെ ഒരു കാരണവശാലും നമുക്ക് ആ ടീമിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത്.
അതാണ് ഏറ്റവും പ്രധാനം. ഒരു ടീം നെഗറ്റീവ് ആകുന്ന ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു 90 ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യത്തെ 90 ദിവസം വളരെ പ്രധാനപ്പെട്ടാണ് അല്ലെ. അപ്പോൾ കുട്ടികൾ ജനിച്ചാൽ പറയും അല്ലെ, എത്ര ദിവസമായി കുട്ടിക്ക് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. 90 ദിവസം കഴിഞ്ഞോ, കണ്ണെഴുതിയോ, പേര് വിളിച്ചോ അല്ലെ, ഇതൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അതുപോലെ തന്നെയാണ് കാത് കുത്തിയോ എന്നൊക്കെ ചോദിക്കും അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് സംഭവമാണിത് 90 ദിവസം എന്ന് പറയുമ്പോൾ. 90 ദിവസം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ട് ഒരു പീരീഡ്. ആ സമയത്താണ് നമുക്ക് അവരുടെ ഉള്ളിൽ ഇതിന്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒരു ഫീൽഡിലേക്ക് ഇറക്കി അവർക്കൊരു വരുമാനം കിട്ടാൻ സാധ്യത അവര് നമ്മുടെ കൂടെ നിൽക്കും. പിന്നെ പലരും പല തിരക്ക് കൊണ്ട് മാറി മാറി പോകുന്നതുകൊണ്ടാണ് ഈ ടീം ഡെവലപ്പ് ആവാതെ പോകുന്നത്. പലർക്കും പ്രയാസം നമ്മൾ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ടീമില്ല സാറേ. കുറെ ആളുകൾക്ക് കൊടുത്തു ടീമില്ല. എന്തുകൊണ്ട് ടീമില്ല? അവരുമായിട്ട് നമ്മൾ ഡെയിലി സമ്പർക്കത്തിൽ ഏർപ്പെടുകയോ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുകയോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുകയോ അവര് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ, എന്തൊക്കെയാണ് അവരുടെ പ്രശ്നം, അവർ ഉപയോഗിക്കുന്നുണ്ടോ, അവരെ കാണേണ്ട ആളുകളെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ എന്തുകൊണ്ട് പോയില്ല, ഇതൊക്കെ നമ്മൾ നോക്കണം. നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ എന്താണ് നമ്മൾ പരിശോധിച്ചിട്ട് അതും കൂടി തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ നല്ല ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഈ മാർക്കറ്റിലുള്ളതിൽ വെച്ച് നമ്പർ 1 കമ്പനി തന്നെയാണ്. കാരണം ഇൻകം പ്ലാനിൽ അവയർനെസ് ബോണസ്, എല്ലാ കമ്പനികളും അവയർനെസ് ബോണസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതോടൊപ്പം നമുക്ക് ഇവിടെ ഫാമിലി ബോണസ് എന്ന് പറയുന്ന ഇൻകം ഉണ്ട്. ഒരേ കട്ട് ഓഫിൽ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 6820 രൂപ അല്ലെ, അവയർനെസ് ഉൾപ്പെടെ കിട്ടുന്ന 100 PV ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയാണ് ബയോട്ടോറിയം. വേറൊരു കമ്പനിയിലും കിട്ടത്തില്ല ഇത്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനി വിട്ട് പല കമ്പനിയിലേക്കും പോയ ആളുകൾ അവിടെയും നിൽക്കാൻ പറ്റുന്നില്ല, ഇവിടെയും നിൽക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ചാടി പോകുന്നത്. കാരണം ഇവിടെ ഈ 100 PVയുടെ ബിസിനസ് ചെയ്ത് 6820 രൂപ കിട്ടിയ ഒരാൾക്ക് വേറെ ഏത് കമ്പനി പോയാലും 100 PVയുടെ ബിസിനസ് ചെയ്താൽ കൂടി വന്ന് 1500 രൂപ കിട്ടത്തും, അതിൽ കൂടുതൽ കിട്ടത്തില്ല. അപ്പൊ ഈ സ്വപ്നം ഇവിടെ അയവർക്കിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ വെച്ചാല് വിട്ടുപോകാതെ ടീമിനെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ടീമിനെ പിടിച്ചു നിർത്താൻ സാധിക്കണം. നമ്മുടെ ടീമിൽ നിന്ന് വിട്ടുപോയി തന്നെ നമ്മൾ അവിടെ പരിശോധിക്കണം എന്താ അതിന്റെ കാരണം എന്നത്. അപ്പൊ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബോട്ടം ലെവലിലേക്ക് ഇറങ്ങി ഡെയിലി കച്ചവടം കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ചെറിയ പാക്കേജസ് എടുത്തുകൊണ്ട് ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പൊ അവയർനെസ് ബോണസ്, അതേപോലെ തന്നെ ഫാമിലി ബോണസ്, അതേപോലെ തന്നെ ബൂസ്റ്റർ ബോണസ് ഇല്ലേ. ഈ ഇൻകം വന്നപ്പോൾ തന്നെ ഒരു ഹ്യൂജ് ഇൻകമായി ഒരു വർഷം 1 year 1 CR എന്ന രീതിയിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വേണ്ട, നിങ്ങൾ 50% പണിയെടുക്ക് എന്നാലും കിട്ടൂല 50 ലക്ഷം. 25% പണിയെടുക്കുക എന്നാലും 25 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് നേടാം. ഇതിന് വലിയ മാസ്മരികതയൊന്നും വേണ്ട. എനിക്ക് സാധിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി അങ്ങ് പോകണം. പരീക്ഷണങ്ങൾ ഉണ്ടാവും. വന്ന ആളുകൾ ചില ആൾ നിർത്തിപ്പോവും, ചില ആളുകൾ നമ്മളെ തെറി വിളിക്കും, ചില ആളുകൾ കുറ്റം പറയും, എനിക്കിത് വേണ്ടെന്ന് പറയും. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഒരു ഭാഗം പോയാലും സാറേ സുഹൃത്തുക്കളെ 140 കോടി ജനങ്ങളില്ല ഇവിടെ. അതുകൊണ്ട് ഇറങ്ങി പുറപ്പെടുക എന്നാണ് ഞാൻ വീണ്ടും പറയുന്നത്. അത്രേ ഉള്ളൂ. വിജയിക്കണം ഇതേ മാർഗമുള്ളൂ. ഇനി കമ്പനി അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം നമുക്കറിയാം. 3 കഴിഞ്ഞ് 4ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് വരും. ഇന്ന് വരെയും 1 രൂപയും ഒരാൾക്കും കിട്ടാനില്ല. കറക്റ്റ് ആയിട്ട് ബിസിനസ് വെച്ചവർക്കും അക്കൗണ്ട് നമ്പർ കറക്റ്റ് ഉള്ളവർക്കും എല്ലാം തന്നെ കമ്പനി പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ആർക്കും കിട്ടാൻ ബാക്കിയില്ല. എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ടെക്നിക്കൽ എറർ ഉണ്ടാവും, അവർക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതാണ് നമ്മൾ റീപർച്ചേസ് എന്ന് പറയുന്നത്. റീപർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവർത്തിച്ച് ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ വാങ്ങുക, ഉപയോഗിച്ചതിന് ശേഷം നല്ലതാണെന്ന് നമുക്ക് കൂടുതൽ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാം, റീറ്റെയിൽ ചെയ്യാം. അതിന് DP പ്രൈസ് ഉണ്ടാവും, MRP ഉണ്ടാവും. അതിലൂടെ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതിപ്പോ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല റീറ്റെയിൽ അല്ലെ. റീറ്റെയിൽ ചെയ്യാൻ താല്പര്യമുള്ള കുറെ ആളുകൾ ഉണ്ടാവും. അവരെന്ത് ചെയ്യും? അവർ റീറ്റെയിൽ ചെയ്യും. ചില സ്ത്രീകളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറയും, ഇത് നമ്മളെ ഇന്ന കമ്പനിയുടെ പേസ്റ്റ് ആണ്, ഇന്ന കമ്പനിയുടെ സോപ്പാണ്, നല്ലതാണ് അല്ലെ. നിങ്ങളൊക്കെ വീട്ടിൽ വരാറില്ലേ ആളുകൾ? അപ്പൊ നമ്മൾ ഇതിന് ഭയങ്കര വിലയാണ്, സോപ്പിന് കടയിൽ 15 രൂപയല്ലേ ഉള്ളൂ, ഇത് 100 രൂപയാണല്ലോ അല്ലെ, നമുക്ക് വേണ്ട അല്ലെ എന്ന് പറഞ്ഞു വിടും. പിന്നെ അവര് അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ നമ്മൾ ശല്യം സഹിക്കുകയാണെങ്കിൽ ഒരു സോപ്പൊക്കെ മേടിക്കും, അതിന് ഗുണങ്ങളൊക്കെ പറഞ്ഞു തരും. ഇപ്പൊ റീറ്റെയിൽ എന്ന് പറയുമ്പോൾ അത് ചില ആളുകൾക്ക് അപാരമായ കഴിവുണ്ട് റീറ്റെയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ എല്ലാവർക്കും റീറ്റെയിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ പലരും പല ടൈപ്പ് ആളുകൾ വരുമ്പോൾ റീപർച്ചേസ് ചെയ്ത് റീറ്റെയിൽ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഈ സിസ്റ്റത്തിലൂടെ വാങ്ങുമ്പോൾ നമ്മളറിയാതെ നമുക്കൊരു റെഗുലർ ഇൻകം എല്ലാ മാസവും കിട്ടുന്ന സ്റ്റേജിലേക്ക് വരും. അതാണ് റീപർച്ചേസ് എന്ന് പറയുന്നത്. അതിന് നിരവധി പ്രൊഡക്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വെൽനസ് പ്രൊഡക്റ്റുകൾ നമുക്ക് വരാൻ വേണ്ടി പോവാണ്. FMCG പ്രൊഡക്ട്സ് ഇപ്പൊ തന്നെ ടീഷർട്ട് പോലുള്ള സംഭവങ്ങൾ നമുക്കിപ്പോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ സൈറ്റിൽ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഓരോരോ പ്രൊഡക്ട്സുകൾ 1 by 1 ആയിട്ട് റീപർച്ചേസിൽ വരും.
ഒരു സുപ്രഭാതത്തിൽ നമ്മളെ സൂപ്പർ മാർക്കറ്റ് തുറക്കും പോലെ ഷട്ടർ അങ്ങ് പൊക്കുമ്പോഴേക്ക് അതിനകത്ത് നിറയെ സാധനങ്ങളായിട്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് വരാൻ പറ്റില്ല അല്ലെ. ഒരു സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടാവും അല്ലെ. അതുപോലെയല്ല ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് നമ്മൾ തിരിച്ചറിയണം. 1 by 1 ആയിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ദിവസം സീബക്ത്രോൺ ലോഞ്ച് ചെയ്തു. ഇനി ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രോട്ടീൻ പൗഡറുകളും അതുപോലെ തന്നെ മൾട്ടി വൈറ്റമിൻസ് പൗഡറുകളും മുരിങ്ങയുടെ എക്സ്ട്രാക്റ്റും അതുപോലെ കുർക്കുമിന്റെ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. നിരവധി പ്രൊഡക്ട്സുകൾ ഇപ്പോൾ ഹെർബൽ ടീ വരാൻ വേണ്ടി പോകുന്നു, ഗ്രീൻ ടീ വരാൻ വേണ്ടി പോകുന്നു. അങ്ങനെ 1 by 1 ആയിട്ട് ഓരോ പ്രൊഡക്ട്സുകളും നമുക്ക് ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സാറായിട്ട് സംസാരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. അപ്പൊ അതെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ നല്ലൊരു ടീമിനെ നമ്മൾ അതാണ് നമ്മൾ 100 days 100 ടീം എന്ന് പറഞ്ഞൊരു പ്ലാനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. 100 ദിവസം കൊണ്ട് ഒരു 100 പേരുടെ ടീമിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരാളെ ക്രിയേറ്റ് ചെയ്താൽ മതി അല്ലെ. 100 ദിവസം കൊണ്ട് 100 പേരുടെ ടീമായി. ജീനിയസിലും പിന്നറുള്ള ഓരോരുത്തർ ഇത് ചെയ്താൽ നമ്മളെ സംബന്ധിച്ചുള്ള 100 പേരുടെ ടീമായി. കൃത്യമായിട്ട് ചെയ്യണം. ഡ്യൂട്ടീസ് ചെയ്യാതെ എങ്ങനെ വിജയിക്കാൻ വേണ്ടി സാധിക്കുക. അപ്പൊ ആ 100 പേരുടെ ടീം ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഓരോരുത്തരും ഓരോരോ ഉൽപ്പന്നങ്ങൾ റീപർച്ചേസിലൂടെ വാങ്ങുമ്പോൾ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് കിട്ടും. അത് വലിയൊരു ഫിഗർ സാർ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇല്ലേ. നമുക്കറിയാം വലിയൊരു എമൗണ്ട് 161 കോടി രൂപ വരെ നേടാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ചുമ്മാ കിട്ടത്തില്ല, അവസരമാണ് ഇവിടെ കാണിക്കുന്നത്. അത് ആരൊക്കെ ടീമിനെ ബിൽഡ് ചെയ്യുന്നുണ്ടോ, ക്ഷമയോടുകൂടെ നിൽക്കുന്നുണ്ടോ, അവർക്ക് മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞതല്ല 1 കോടി രൂപ ഒരു വർഷം കൊണ്ട് പറഞ്ഞ് ചുമ്മാ കിട്ടുമോ? അത് പണിയെടുക്കണം അല്ലെ. ടീമിനെ ബിൽഡ് ചെയ്യുന്നവർക്ക് അവസരത്തെയാണ് ഇവിടെ കാണിക്കുന്നത് കമ്പനി. ആ അവസരം നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഒരു സംശയം വേണ്ട. നിരവധി ഉൽപ്പന്നങ്ങൾ വരുന്ന മാസങ്ങളിൽ ഓരോന്നായിട്ട് ലോഞ്ച് ചെയ്യും. സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് റീപർച്ചേസിനെ കുറിച്ച് പറയാനുള്ളൂ. റീപർച്ചേസ് ഉറപ്പായിട്ടും വരും. വെറുതെ അല്ല പ്ലാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവിടെ സാഗർ സാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്ലാൻ എല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട് അല്ലെ. കൃത്യമായിട്ട് അത് വരും. അതിൻ്റെതായ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ നമുക്കൊരു റെഗുലർ ആയിട്ട് ഒരു റീപർച്ചേസ് ഇൻകം കിട്ടും. അത് ഹ്യൂജ് ഇൻകം ആണ്. നമുക്കറിയാം ഒരു PVക്ക് 630 രൂപയാണ് അവിടെ കിട്ടുന്നത്. ഒരു PV മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 8 രൂപ 80 പൈസയാണ് അവയർനെസ് ബോണസ് കിട്ടുമെങ്കിൽ അല്ലേ. ഇവിടെ ബൂസ്റ്റർ ബോണസിൽ ഒരു PVക്ക് 40 രൂപ 40 പൈസയാണ് തോന്നി കിട്ടുന്നത് അല്ലെ. 50 PV ചെയ്യുമ്പോൾ 2020 രൂപ കിട്ടുന്നത്. അപ്പൊ ഇവിടെ 630 രൂപയാണ് ഒരു PVക്ക് കിട്ടുന്നത്. ഹ്യൂജ് ഇൻകം ആണ്. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അതിന് ഇനിയും സമയമെടുക്കും, 2-3 മാസം എടുക്കും. 1 by 1 ആയിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നല്ല ടീമിനെ ബിൽഡ് ചെയ്യുക. റീപർച്ചേസ് വന്നിട്ടില്ല, കുറെ ആളുകൾ പരാതി വിളിച്ച് എന്നോട് പറയും, സാറേ റീപർച്ചേസ് എന്തേ വരാത്തത്? റീപർച്ചേസ് വന്നുകൊണ്ടിരിക്കുകയാണ് 1 by 1 ആയിട്ട്. റീപർച്ചേസ് നാളെ ലോഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ടീമുണ്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്? പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ടീം ബിൽഡ് ചെയ്ത് വരികയാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോരോ പ്രൊഡക്ട്സ് ഇപ്പൊ ഉണ്ട്. ഇപ്പൊ നിലവിലുള്ള പ്രൊഡക്ട്സുകൾ ഉണ്ട്. അൾട്രാബറി ജ്യൂസ് ഉണ്ട്, മോർ പവർ ഉണ്ട്, ഗീർ പശുവിന്റെ നെയ്യുണ്ട് അല്ലെ. ഇതെല്ലാം ഒരു ബോട്ടിൽ വാങ്ങിച്ച് 1 മാസം കൊണ്ട് തീരും, ഉറപ്പായിട്ടും തീരും. കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഈ പ്രൊഡക്ട്സിന്റെ ഗുണത്തെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഇപ്പൊ സീബക്ത്രോൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. ടെക്സ്റ്റൈൽ ഐറ്റംസ്, ടീഷർട്ടുകൾ, അത് ഇതൊക്കെ കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ബോഡി പാർട്സുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് പ്രൊഡക്ട്സുകൾ നിരവധി വന്നിട്ടുണ്ട് അല്ലെ. ബാക്ക് പെയിൻ ഉള്ളതും വെരിക്കോസ് പാഡും അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉള്ളതും ഓരോരോ പ്രൊഡക്ട്സുകൾ, നിരവധി പ്രൊഡക്ട്സുകൾ, ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും വരും പ്രൊഡക്റ്റുകൾ. അതുകൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അത് വരും, ഒരു സംശയമില്ല. സാഗർ ജോഷി സാർ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് നടപ്പിലാക്കും. ഇച്ചിരി സമയമെടുക്കും. ഓരോരോ പ്രൊഡക്ട്സുകൾ 1 by 1 ആയിട്ട് ഇതിനകത്തേക്ക് ലോഞ്ച് ചെയ്യപ്പെടും. അതാണ് റീപർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി സാറിന് അടുത്ത പ്ലാൻ ഉണ്ട്, മനസ്സിലായില്ലേ? ലെവൽ പ്ലാനിലൂടെ നമുക്ക് ഇൻകം തരുന്ന ഒരു പ്ലാൻ സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വ്യക്തമായ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ അതിപ്പം ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല. അത് വരട്ടെ. അതിന്റെ PPT സാർ ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യട്ടെ. ഒരു സൂമിൽ അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഞങ്ങളുടെ കോർ മീറ്റിംഗിൽ. അത് വ്യക്തമായിട്ട് അവതരിപ്പിച്ചു. അതും കൂടി വന്നു കഴിഞ്ഞാലുണ്ട് സുഹൃത്തുക്കളെ, ബയോട്ടോറിയം വേറെ ലെവലിലേക്ക് മാറും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. വേറെ ലെവലിലേക്ക് മാറും. അവിടെ കിട്ടാൻ വേണ്ടി പോകുന്നത് വലിയ ഹ്യൂജ് ഇൻകമാണ്. മനസ്സിലായ? വെറും നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് പലരും പല രീതിയിലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് വരാൻ വേണ്ടി പോകുന്നത്. പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അവർ ബയോട്ടോറിയത്തിൽ ID അടിക്കേണ്ട ഒരാവശ്യമില്ല. സ്റ്റാൻഡേർഡ് പാർട്ടികൾ, മനസ്സിലായ? ബയോട്ടോറിയത്തിൽ ID അടിക്കേണ്ട ആവശ്യമേ ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് കിട്ടുന്ന ലിങ്ക് നിങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് ഷെയർ ചെയ്യാം. അവർ ആ ഓരോ ഉൽപ്പന്നങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്ന ഒരു സംവിധാനം ലോഞ്ച് ചെയ്യപ്പെടാൻ വേണ്ടി പോവാം. ഇന്ന് വരെ ഒരു കമ്പനിയും
ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തൊരു ഇ കൊമേഴ്സ് സിസ്റ്റമാണ് വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചോളൂ, ഒരു സംശയവും വേണ്ട. മനസ്സിലായ? നിങ്ങൾ ആമസോണിൽ കയറി പ്രൊഡക്റ്റ് വാങ്ങിക്കാറുണ്ട്, ഫ്ലിപ്കാർട്ടിൽ കയറി പ്രൊഡക്റ്റ് വാങ്ങിക്കാറുണ്ട്, സ്വിഗ്ഗി വാങ്ങാറുണ്ട്, സൊമാറ്റോ വാങ്ങാറുണ്ട്, യൂബറിൽ യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാറുണ്ട് ഇല്ലേ? ബാറ്റ ആയാലും ഏത് കമ്പനിയുടെ ഷൂ ആയാലും, അതുപോലെ തന്നെ ഷർട്ടുകൾ ഇല്ലേ, എയറോന്റെ ആയാലും, അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഷൂ ആയാലും, ചെരുപ്പായാലും, ടെക്സ്റ്റൈൽ ഐറ്റംസും ആയാലും അല്ലെ, ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിക്കും. അതേപോലെ തന്നെ ഗോൾഡ് ഓർണമെന്റ്സ് ഇല്ലേ, ജോയി ആലൂക്കാസ്, അതേപോലെ തന്നെ ജോസ് ആലൂക്കാസ് ഇല്ലേ, അതേപോലെ തന്നെ നമ്മുടെ മലബാർ ഗോൾഡ്, കല്യാൺ സിൽക്സ്, കല്യാൺ ജ്വല്ലേഴ്സ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളായിട്ട് ഓൾറെഡി കമ്പനി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കേട്ടോ, ചെയ്യാൻ പോകുന്നതല്ല പറഞ്ഞ, ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവിടെ പോയിട്ട് ഗോൾഡ് വാങ്ങുമ്പോ അവിടെ സാധാരണ കസ്റ്റമർക്ക് കിട്ടുന്നതിനേക്കാൾ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊരു സുഹൃത്താണ് പോകുന്നതിൽ നിങ്ങളുടെ ലിങ്ക് കൊടുത്താൽ മതി. അവിടെ മനസ്സിലായി? അവിടെ പർച്ചേസ് ചെയ്ത് ആ ലിങ്ക് കയറി കൊടുക്കുക, അവർക്കൊരു ഡിസ്കൗണ്ട് കിട്ടും, അതോടൊപ്പം നിങ്ങൾക്കൊരു വരുമാനം കിട്ടും. അതെങ്ങനെയാന്ന് ഞാൻ പറയാം കേട്ടോ. അത് ഇതിന്റെ PPT വരട്ടെ സുഹൃത്തുക്കളെ. ബയോട്ടോറിയം നിങ്ങൾ ചിന്തിക്കുന്ന ലെവലിലേക്കല്ല വേണ്ടി പോകുന്നത്. ഇത് 160 രാജ്യങ്ങളിൽ പർച്ചേസ് ചെയ്താലും കിട്ടും, ഇന്ത്യയിൽ മാത്രമല്ല. ആമസോണിലുള്ള ഒരാൾ, നിങ്ങളുടെ സുഹൃത്ത് ഗൾഫിലുണ്ട്, അല്ലെങ്കിൽ കുവൈത്തിലുണ്ട്, ഗൾഫ് കൺട്രീസിലുണ്ട്, അല്ലെങ്കിൽ കാനഡയിലുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, അവിടുന്ന് അവർ ആമസോൺ പർച്ചേസ് ചെയ്യും ഇല്ലേ? നമ്മുടെ ലിങ്കിലൂടെ കയറി പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ആമസോൺ സൈറ്റിൽ കയറി നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനകത്ത് കാണും MRP ഇത്ര ഇല്ലേ, ഡിസ്കൗണ്ട് റേറ്റ് ഇത്ര, 10,000 രൂപ MRP, ഡിസ്കൗണ്ട് റേറ്റ് 7,500 അല്ലെ, 7,500 കൊടുത്താൽ മതി. അപ്പൊ എല്ലാവരും ഹാപ്പിയാ. 7,500 രൂപ പ്രൊഡക്റ്റ് ആമസോണിൽ നിന്ന് കിട്ടി. പക്ഷെ നമ്മുടെ ലിങ്കിലൂടെ ആമസോണിൽ കയറാൻ പറ്റും. അതാണ് വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ലിങ്കിലൂടെ ആമസോണിൽ കയറാം. അപ്പൊ നമ്മുടെ ലിങ്കിലൂടെ ആമസോണിൽ കയറുമ്പോൾ അതേ സെയിം പ്രൊഡക്റ്റ് അവിടെ സെർച്ച് ചെയ്യാൻ പറയാം അവരോട്. അവിടെ 10,000 രൂപ MRP, 7,500 രൂപയാണ് നമ്മുടെ കസ്റ്റമറുടെ റേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സൈറ്റിലൂടെയാണ് കയറുന്നെങ്കിൽ അവിടെ 7,500-ന് 7,000 രൂപ ആയിരിക്കും പ്രൈസ്. 500 രൂപ കുറച്ച് ആർക്ക് കിട്ടും? കസ്റ്റമർക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ലിങ്ക് ഉപയോഗിക്കോ ഇല്ലയോ? ഉപയോഗിക്കോ ഇല്ലയോ? ഉറപ്പായിട്ടും ഇല്ലേ? ബയോട്ടോറിയത്തിൽ അവർക്ക് യാതൊരു ഐഡിയ ആവശ്യമില്ല. നിങ്ങൾ ഈ ലിങ്ക് മാത്രം കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുക. പല പല കസ്റ്റമേഴ്സ് ഉണ്ട് ഇല്ലേ? ജിയോ മാർട്ട് ഇല്ലേ, ജിയോ മാർട്ട് പോയിട്ട് നമ്മൾ ഗ്രോസറി ഐറ്റംസ് വാങ്ങുന്നു. നിരവധി കമ്പനികളുണ്ട്, ഓർമ്മ വന്നത് പറഞ്ഞാ. ഗ്രോസറി നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ വാങ്ങാണ്. ജിയോ മാർട്ടിൽ ഉൽപ്പന്നം വാങ്ങുന്ന എത്ര ആളുണ്ട് ഇവിടെ? ബിഗ് ബസാർ എന്നാണ് പഴയതെന്ന് തോന്നുന്നു അതിന്റെ പേര് ഇല്ലേ? അതുപോലെ നിരവധി അവർക്കൊക്കെ നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചോ, നിങ്ങൾ സ്ഥിരം വാങ്ങുന്ന പേസ്റ്റ് വാങ്ങിച്ചോ, സോപ്പ് വാങ്ങിച്ചോ, എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ. പക്ഷെ അവിടെ വാങ്ങുമ്പോ നിങ്ങൾ ബില്ലടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ലിങ്ക് അങ്ങോട്ട് കൊടുക്കുക അവർക്ക്. മനസ്സിലായ? അപ്പൊ അവര് ബില്ലടിക്കുമ്പോ നിങ്ങൾക്ക് ഇന്ന് 3,500 രൂപ പർച്ചേസ് ആണെങ്കിൽ നമ്മുടെ വഴിയാകുമ്പോൾ ചിലപ്പോൾ 3,000, ചെറിയൊരു 100 രൂപ 50 രൂപയൊക്കെ ഗ്രോസറിയിൽ കുറവ് കിട്ടും. കുഴപ്പമുണ്ടോ? പക്ഷെ നമുക്ക് അതിനകത്ത് എന്താവും? ഒരു ഇൻകം ജനറേറ്റ് ചെയ്യും. അവർക്കും ഇൻകം ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇനി അടുത്ത സംശയം, അവർക്ക് വല്ല ഇൻകം ജനറേറ്റ് ചെയ്യോ? അവർ ആ ലിങ്ക് അവരുടെ സുഹൃത്തുക്കളിലേക്കോ ബന്ധുക്കളിലേക്കോ അയച്ചു കൊടുത്താൽ അവർക്കും ഇൻകം ജനറേറ്റ് ചെയ്യും. അവർക്ക് ബയോട്ടോറിയത്തിൽ ID വേണമെന്നൊന്നുമില്ല. മനസ്സിലായ? അവർക്കും ഇൻകം ജനറേറ്റ് ചെയ്യും. ആ ലിങ്ക് അവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്താൽ അവർക്കും ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകും. അത് ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്ത് നിന്ന് ആര് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ലിങ്ക് ആർക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുമോ അവിടെയാണ് നിങ്ങളുടെ വരുമാനത്തിന്റെ വർധനവ് എന്ന് പറയുന്നത്. അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകും അടുത്ത ദിവസങ്ങളിൽ. നിങ്ങൾ കണ്ടോളൂ, വലിയ വിപ്ലവകരമായ ഒരു മാറ്റം ഇല്ലേ? അതായത് മറ്റുള്ളവരുടെ ബിസിനസ് നമ്മുടെ ബിസിനസ് ആയിട്ട് മാറും. മറ്റുള്ളവരുടെ ചിലവ് നമ്മുടെ വരുമാനമായിട്ട് മാറും. അതാണ് മറ്റുള്ളവരുടെ ചിലവ് നമ്മുടെ വരുമാനമായിട്ട് മാറുന്ന ഒരു പ്ലാറ്റ്ഫോം ബയോട്ടോറിയം ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം. വരും ദിവസങ്ങളിൽ വരും. അതിന്റെ PPT വരട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ നിരവധി ടൈപ്സ് പ്ലാറ്റ്ഫോം വരാൻ വേണ്ടി പോവാണ്. റീപർച്ചേസ് അതിന്റെ രീതിയിൽ തന്നെ നടക്കും, അതിൽ യാതൊരു സംശയമില്ല. റീപർച്ചേസ് എന്ന് പറഞ്ഞാൽ കമ്പനി കൊണ്ടുവരുന്ന പല പല ഉൽപ്പന്നങ്ങൾ, കമ്പനിയുടെ ബ്രാൻഡിൽ ഇറങ്ങുന്ന ഉൽപ്പന്നങ്ങൾ, മാർക്കറ്റഡ് ബൈ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന രീതിയിൽ ഇറക്കുന്ന പ്രൊഡക്റ്റുകൾ, അത് നമ്മൾ ഇപ്പൊ നിലവിലുള്ള പ്ലാറ്റ്ഫോമിലൂടെ വാങ്ങാനും വിൽക്കാനും റീപർച്ചേസ് ചെയ്യാനും റീറ്റെയിൽ ചെയ്യാനും നമുക്ക് സാധിക്കും. അത് വേറെ വിങ് ആണ്, ഇത് വേറെ വിങ് ഇല്ലേ? നമുക്ക് ഗ്രോസറി ഇപ്പൊ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ അതിലൂടെ ഒരു വരുമാനം. ടെക്സ്റ്റൈൽ ഐറ്റംസ് ബ്രാൻഡഡ് കടകളുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് അവിടെ ചെന്ന് വാങ്ങുമ്പോൾ അതിലൂടെ ഒരു വരുമാനം. മനസ്സിലായ? ആ രീതിയിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വരാൻ വേണ്ടി പോകുന്നത്. അത് വേറെ വലിയൊരു മാറ്റമായിരിക്കും.
ഒരു സംശയവും വേണ്ട. അതിൽ ആവർത്തിച്ച് ഓരോ മാസവും പർച്ചേസ് ഉണ്ടാവും. ഗ്രോസറി ഓരോ മാസവും വാങ്ങണം, വേണ്ടേ? ടെക്സ്റ്റൈൽ എല്ലാ മാസവും വാങ്ങണം. മെഡിക്കൽ ഷോപ്പുകൾ, മരുന്ന് വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ്, അതുപോലെ തന്നെ ഫാഷൻ ഐറ്റംസ്, ജ്വല്ലറികൾ ഇല്ലേ? ജ്വല്ലറിയിലൊക്കെ പോയിട്ട് കല്യാണത്തിനൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണാണ് വാങ്ങുന്ന ആളുകൾ ഇല്ലേ? ആ, അതിനനുസരിച്ചിട്ട് നല്ലൊരു വരുമാനം നമുക്ക് കിട്ടും. ഒരു സംശയം വേണ്ട. അത് ഞാൻ പറയാം, അതിന്റെ പ്ലാൻ വരട്ടെ, സാറ് ഔദ്യോഗികമായിട്ട് അത് ലോഞ്ച് ചെയ്യട്ടെ, ഇതിന്റെ പിക്ക് വരട്ടെ കേട്ടാ. അതിനുശേഷം അത് ഔദ്യോഗികമായിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് വലിയൊരു അവസരം ഇവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ നമ്മൾ പറയാറേ ഉള്ളൂ. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടും വയട്ടോറിയം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. മറ്റുള്ള കമ്പനികൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വയട്ടോറിയം ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ധൈര്യമായിട്ട് സ്ട്രോങ് ആയിട്ട് നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് തന്നെയാണ് വയട്ടോറിയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വൈ ഈ വയട്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം നമുക്ക് കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. കൃത്യമായ ഉത്തരം കൊടുക്കാനുണ്ട്. കാരണം ഇതെല്ലാം തന്നെ ഈ പ്ലാൻ വെച്ചുകൊണ്ട് അച്ചീവേഴ്സിനോട് ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ്. വെറും 4 പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാണ് ഞാൻ പറഞ്ഞ 300-ലധികം കോടീശ്വരന്മാരെ സൃഷ്ടിച്ചതെങ്കിൽ ഇതൊക്കെ ഇവിടെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലേ, ആയിരക്കണക്കിന് 10,000-കണക്കിന് കോടീശ്വരന്മാരെ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വെറും 4 പ്രൊഡക്റ്റ് കൊണ്ടാണ് 300 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഇതെല്ലാം വരുമ്പോ ഇല്ലേ, 10,000-കണക്കിന് കോടീശ്വരന്മാരെ നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. സ്റ്റിക്ക് ഓൺ ചെയ്യുക, ആവർത്തിച്ചുള്ള പ്രവർത്തനമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും പോകരുത് ഇല്ലേ? ഇപ്പൊ ഭയങ്കര ചൂടാണ് അല്ലെ? എല്ലാവർക്കും അറിയാം, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. TV കണ്ടാൽ പിന്നെ കുറച്ചും കൂടി ചൂട് കൂടുതലുണ്ടാവും. ഇല്ലെങ്കിൽ അത്ര ചൂട് അറിയത്തില്ല കേട്ടോ. ഓരോ ചാനൽ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് ആകെപ്പാട് ചൂട് കൂടും, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് TV കാണാതിരിക്കുകയാണ് നല്ലത്. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക, പുറത്തേക്ക് പോകുമ്പോൾ സൂക്ഷിക്കുക, വെയിൽ കൊള്ളാതിരിക്കുക ഇല്ലേ? എല്ലാവർക്കും അറിയാം അതൊക്കെ. വെള്ളം നന്നായിട്ട് കുടിച്ചുകൊണ്ടേ ഇരിക്കണം, ദാഹം വരാൻ കാത്തിരിക്കരുത്. പലതരത്തിലുള്ള വെള്ളം കുടിക്കുക, മനസ്സിലായി? പെപ്സി ഗിപ്സി ഇത് കണക്കത്തെ സാധനങ്ങളൊന്നും കുടിക്കരുത് കേട്ടോ. സാധാ വെള്ളം, നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുക, മധുരം കുറച്ച് കുടിക്കുക, ഉപ്പിട്ടിട്ട് കുടിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രകൃതി ഭയങ്കര ചൂടാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ഇപ്പൊ മനോഹരമായ കണിക്കൊന്നകൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാം ഇല്ലേ? ആലോചിച്ച് നോക്കട്ടെ നിങ്ങള്, കണിക്കൊന്നകൾ പൂത്തു നിൽക്കുകയാണ്. നല്ല മനോഹരമായ സ്വർണ്ണവർണ്ണമുള്ള കണിക്കൊന്നകൾ ഈ പ്രകൃതിയെ ഇല്ലേ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. അത് പ്രകൃതിയുടെ ഒരുതരം വികൃതിയല്ല. ചൂടൊരു ഭാഗത്ത്, മനോഹരമായ പുഷ്പങ്ങൾ ഒരു ഭാഗത്ത് വിരിഞ്ഞു നിൽക്കണം. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ അല്ലേ? ഈ പുഷ്പങ്ങളൊന്നും വിരിയാൻ പാടില്ല, ചൂടാണെങ്കിൽ എല്ലാം കരിഞ്ഞുണങ്ങി പോകണ്ടേ? പക്ഷെ ഈ പ്രകൃതി എത്ര മനോഹരമാക്കി അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് ഈ കൊന്നപ്പൂക്കൾ. നിങ്ങൾ ടൗണിലൂടെ പോകുമ്പോൾ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് അല്ലെ? ഉള്ളിൽ ചൂടുണ്ടാവും, ഉള്ളിൽ പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ കണിക്കൊന്നകള് അല്ലെ, പൂത്തു നിൽക്കുന്ന ആ കണിക്കൊന്നകളെ പോലെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും പൂത്തുലയണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ, മനസ്സിലായ? അത് പൂത്തുലയുന്നവർക്ക് മാത്രമേ ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവഗണനയും കുറ്റപ്പെടുത്തലും ഒക്കെ വരുമ്പോൾ നമ്മൾ തളരാൻ വേണ്ടി പാടില്ല. ആർക്കൊക്കെ അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ അവർക്ക് മാത്രമേ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റൂ. ഇത് ബിസിനസിന്റെ ഭാഗമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇതൊക്കെ ബിസിനസിന്റെ ഭാഗം. സ്വന്തം ആളുകൾ പോലും നമ്മളെ കുറ്റം, സ്വന്തം വീട്ടിൽ നിന്ന് പോലും നമുക്ക് ശത്രുത ഉണ്ടാവും അല്ലെ? ഉറപ്പല്ലേ? പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിംഗ് വേറെ പണിയൊന്നുമില്ല, ഒരു പണിക്ക് പോകാൻ വേണ്ടി പറയും. ഇല്ല, ഞാൻ എവിടെയും പോലും ഇത് വിജയിച്ചിട്ട് അട്ടക്കെന്നുള്ള വാശിയോട് കൂടിയിട്ട് ഏറ്റെടുത്ത ആളുകളുണ്ട് ഇല്ലേ? എനിക്കറിയാം പലരെയും. അട്ടങ്ങളിൽ പോവില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. പട്ടിണി കിടന്നാലും ഞാൻ ഡയറക്ട് സെല്ലിംഗേ ചെയ്യുള്ളൂ. അതൊരു പാഷനാണ്. ആ പാഷൻ ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ ഞാൻ ഇന്ന് ഇവിടെ വിജയിച്ചു നിൽക്കുന്നത്. ഒരു സംശയം വേണ്ട, അതൊരു പാഷൻ. ആ പാഷനായിട്ട് നിങ്ങൾ ഇതിനെ ഏറ്റെടുത്തിട്ട് ഈ ചൂടിന് കണിക്കൊന്ന പൂത്ത് നിൽക്കുമ്പോൾ, നിങ്ങളെ കളിക്കുമ്പോഴും നിങ്ങൾ വെന്തുരുകുമ്പോഴും മാനസികമായിട്ട് നിങ്ങൾക്ക് തകർക്കപ്പെടുമ്പോഴും സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ആവേശം ഉണ്ടാകണം, ഞാൻ വിജയിക്കുന്നുള്ളത്. ആ വിജയിക്കാൻ വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുക അല്ലെ? കൺസിസ്റ്റൻസി ആയിട്ട് സ്ഥിരമായിട്ട് ആവർത്തിച്ച് ആളുകളെ ഫീൽഡിലേക്ക് കാണാൻ ഇറങ്ങി ചെല്ലുക. റിസൾട്ട് ഈ പ്രകൃതി ശക്തിയാണ് നമുക്ക് തരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കർമ്മം കൃത്യമായിട്ട് ചെയ്യുക, ഫലം നിങ്ങൾക്ക് കിട്ടും. ഒരു സംശയവും വേണ്ട. കമ്പനി സ്ട്രോങ് ആ. കമ്പനിക്ക് ഒരു പ്രയാസമില്ല. പലരും പറഞ്ഞ് പ്രചരിപ്പിക്കും പോലെയൊന്നും അല്ല കമ്പനിയുടെ കാര്യങ്ങൾ. അതൊക്കെ പോട്ടെ, അതിലേക്കൊന്നും ഞാനിപ്പോ കിടക്കുന്നില്ല. കമ്പനി ഇപ്പൊ കൂട്ടാൻ വേണ്ടി കഴിഞ്ഞ ജൂണിലെ മഴക്കാലത്ത് എല്ലാവരും ഈ മഴയത്ത് ഇതെല്ലാം ഒഴിച്ചു പോകുമെന്ന് പറഞ്ഞ ആളുകളാണ്. അടുത്ത മഴ വരാൻ വേണ്ടി പോവാണ്. ഒരു കുഴപ്പമുണ്ടായില്ല.
പിന്നെയും പുതിയ അപ്ഗ്രേഡ് ചെയ്തിട്ട് പുതിയ പുതിയ വേർഷൻസിലേക്കാണ് കമ്പനി മാറിയത് സുഹൃത്തുക്കളെ. ഇതിങ്ങനെ പലരും പലതും പറയും. അതൊന്നും കേട്ടിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അത്രയും പറയുന്നത് ഞാൻ ഓഫീസിൽ പോയി MD ആയിട്ട് കഴിഞ്ഞ് ഓർ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. കമ്പനിയുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള പ്ലാനിങ്. അത് ഇപ്പൊ എല്ലാം ഞാനിവിടെ പറയുന്നില്ല, വരട്ടെ കേട്ടാ, ഓരോന്നോരോന്നായിട്ട് വരട്ടെ. അപ്പൊ അത്രയും സ്ട്രോങ് ആണ് പ്ലാറ്റ്ഫോം. പണിയെടുക്കുന്ന ആളുകൾക്ക് ഓൺ ദ സ്പോട്ടിൽ കാശ് ഇത്രയും ഹ്യൂജ് ഇൻകം കൊടുക്കുന്ന ഒരു ഡയറക്ട് കമ്പനി വയട്ടോറിയം അല്ലാതെ വേറെയൊന്നുമില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുക്കുക, ഫീൽഡിലേക്ക് ഇറങ്ങുക. സത്യസന്ധതക്കാണ് വിജയം എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക, പേയ്മെന്റ് വാങ്ങുക, കൃത്യമായിട്ട് കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കുക, കൃത്യമായിട്ട് ID ആക്ടിവേഷൻ ചെയ്യുക, അവരുടെ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ടുന്ന കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കുക, അവരുടെ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ എത്ര സമയം ഇതിനകത്ത് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയത്തിന്റെ തോത് എന്ന് പറയുന്നത്. എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ സുജാമോളെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ല, അവരൊക്കെ ഇനി ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കും. യൂനസ് ബായ് അവരൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ് അല്ലെ. ഗീതാ പ്രകാശ് അല്ലെ, ഗീതാ സുരേഷ് അല്ലെ, ഇവരൊക്കെ ഇവിടെ വീൽ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവരൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഷാജി റസാഖ് ബായ് ഇവിടെ ഇരിപ്പുണ്ട് അല്ലെ, ഷാജി റസാഖ് ബായ് ഇരിപ്പുണ്ട്. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ബയോട്ടോറിയം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കച്ചവടം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്നില്ലെങ്കിൽ നാളെ കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനി പുതിയ സിസ്റ്റം കൂടെ വന്നു കഴിയുമ്പോണ്ടല്ലോ നിങ്ങളൊക്കെ ഇതിനകത്ത് കോടീശ്വരന്മാരാ, ഒരു സംശയവും വേണ്ട. ആ ലിങ്ക് മാത്രം മതി സുഹൃത്തുക്കളെ, നിങ്ങളുടെ പേരിൽ വരുന്ന ആ ലിങ്ക് മാത്രം നിങ്ങളെ കോടീശ്വരനാക്കും. നിങ്ങൾ കണ്ടോളൂ, ആവർത്തിച്ച് പലരും പല പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ആളുകളെ നമുക്കറിയാം അല്ലേ. പ്രൊഡക്റ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആ ലിങ്ക് വരാൻ വേണ്ടി പോകുന്ന ലിങ്ക് നിങ്ങളെ കോടീശ്വരനാക്കി മാറ്റും, ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് വളരാൻ വേണ്ടി സാധിക്കണം, ഉണരാൻ വേണ്ടി സാധിക്കണം. ടീമിന് കോൺഫിഡൻസ് കൊടുക്കണം. ലീഡേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഫീൽഡിലേക്ക് ഇറങ്ങണം, ആളുകളെ കാണണം, അവരിലേക്ക് അവയർനെസ് കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. 30-ാം തീയതി കോഴിക്കോട് BOP ആണ്, അതേപോലെ തന്നെ പെരുമ്പാവൂർ BOP ഉണ്ട്. ഈ രീതിയിലുള്ള പ്രോഗ്രാം സെന്ററുകളിൽ സജീവമാകുക. ഹോം മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് സംഘടിപ്പിക്കുക. ഹോം മീറ്റിങ്ങുകളിലൂടെ മാത്രമാണ് നമുക്ക് കൂടുതൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഹോം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക, സൂം പ്രോഗ്രാമിൽ പങ്കെടുക്കുക, എല്ലാ പ്രോഗ്രാമിലും പരമാവധി പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അവയർനെസ് നേടുക, എന്തൊക്കെയാണ് കമ്പനിയിൽ നടക്കുന്നത്, മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ രാജകുമാരനായിട്ട് ബയോട്ടോറിയം തിളങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പ്രൂവ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ബയോട്ടോറിയം. ഒരു സംശയമില്ലാത്ത രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് അല്ലെ സജീവമായിട്ട് ആരൊക്കെ ഇതിനകത്ത് മുന്നോട്ട് വരുന്നുണ്ടോ അവരുടെ എല്ലാം ലൈഫ് മാറും. കാരണം ഇവിടെ നമ്മുടെ നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ കാലശേഷം നോമിനിയിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് ഈ മുഴുവൻ അവസരങ്ങളും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു നോമിനേഷൻ ഫെസിലിറ്റി ഉള്ള ഒരു സ്ട്രോങ് കമ്പനിയാണ് ബയോട്ടോറിയം, ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്ത ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ റെഡി ആയിരിക്കുക എന്നുള്ളതാണ്. ഒരു 3 മാസം കഴിയുമ്പോഴേക്കും തായ്ലൻഡ് ട്രിപ്പിലേക്ക് പോകാനുള്ള പ്ലാനിങ് സാഗർ സാർ ഒരുക്കുന്നുണ്ട്. ഫസ്റ്റ് ബാച്ചിൽ തന്നെ അച്ചീവ് ചെയ്ത കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അവരുടെ പേര് ഇപ്പൊ ഞാൻ രാമേന്ദ്ര സാറിന്റെ കുറച്ചാളുടെ പേരെ ഓർമ്മയില്ല, വിട്ടുപോയാൽ പലതും പ്രയാസാവെന്ന് വെച്ചാൽ എല്ലാവരുടെ പേരും സുജമോൾ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട്, വിഷ്ണു കൊട്ടാരക്കര അച്ചീവ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ശ്രീകുമാർ സാർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഒത്തിരി ആളുകൾ അച്ചീവ്, കുറച്ച് ആളുകൾ ഇപ്പൊ വക്കിൽ നിൽക്കുന്ന ആളുകളുണ്ട്, 14,000 ഒക്കെ വന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ വേഗം അത് അച്ചീവ് ചെയ്യുക. എന്തായാലും കൂടി ഒന്ന് ഓഗസ്റ്റ്, നമ്മുടെ ഓണത്തോടനുബന്ധിച്ചെങ്കിൽ മിക്കവാറും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തായ്ലൻഡ് ട്രിപ്പിലേക്ക് പോകുന്നുള്ളതാണ് ഏകദേശം കിട്ടിയ സൂചന. അതുകൊണ്ട് സജീവമായിട്ട് നിൽക്കുക. ഇവർക്കെല്ലാം നമ്മൾ ടാറ്റ കൊടുത്തിട്ട് ഇവരെ വിടേണ്ടി വരും. ചെയ്യാത്ത ആളുകൾക്ക് ഇവിടെ നിന്ന് എനിക്ക് ടാറ്റ കൊടുക്കാനേ പറ്റുള്ളൂ. വന്നിട്ട് നല്ലൊരു സ്വീകരണം കൊടുക്കാം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ പോയിന്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കമ്പനി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് നടപ്പിലാക്കാൻ വേണ്ടി പോവാണ്. അത് കഴിയുമ്പോൾ നമ്മളെ ദുബായ് ട്രിപ്പ് ഉണ്ടാവും, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ട്രിപ്പ് ഓരോന്നും ഇംപ്ലിമെന്റ് ചെയ്യും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അത് വരാൻ വേണ്ടി പോവാം. സെപ്റ്റംബറോട് കൂടിയിട്ട് മിക്കവാറും ഫസ്റ്റ് ബാച്ച് പോകാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് എല്ലാവരും തയ്യാറായിരിക്കുക. 1 by 1 ആയിട്ട് ആ പ്ലാനിലേക്ക് ഒന്നും കൂടി പോവുക. PPT എല്ലാവരും ഒന്ന് തുറന്ന് പരിശോധിക്കുക.
ഇത് മനസ്സിലാക്കുക, ടീമിലേക്ക് ഇറങ്ങുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പാഷനായിട്ട് ആരൊക്കെ ഇത് എടുക്കുന്നുണ്ടോ അവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തയ്യാറാകണം. പലരും വരും, പല പുതിയ പ്ലാനുകളായിട്ട് വരും, പല കമ്പനികൾ വരും. ഇതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം. എന്റെ സുഹൃത്തല്ലേ വിളിച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ മീറ്റിംഗിൽ പോയി ഇരിക്കാൻ നിങ്ങൾ തയ്യാറാകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഞാൻ ബയോട്ടോറിയം മാത്രമേ ചെയ്യുന്നുള്ളൂ, ബയോട്ടോറിയത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് ബയോട്ടോറിയത്തെ ഏറ്റെടുക്കുക. നിങ്ങളെ വഴിയാധാരമാക്കി പോവില്ല. എന്ത് കൊടുങ്കാറ്റും പേമാരിയും വന്നാലും ഇല്ലേ, നിങ്ങളെ വഴിയാധാരാക്കില്ല ഞാൻ. അത് നിങ്ങൾ ഉപേക്ഷിച്ച് പോകില്ല. ഉറപ്പ് നൽകാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ചില ആളുകളുണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിച്ചുകൊണ്ട് ഇല്ലേ, നമുക്കറിയാൻ അനുഭവം ഉണ്ടല്ലോ. അതുകൊണ്ട് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് കുറേയും കൂടെ സാമ്പത്തിക ബെനിഫിറ്റ് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ എന്ന് അങ്ങോട്ട് ചാടാം എന്ന് വിചാരിച്ചുകൊണ്ട് കുറെ ആളെയും കൊണ്ട് അങ്ങോട്ട് ചാടുന്ന ആളല്ല ഞാൻ. മനസ്സിലായ? അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബയോട്ടോറിയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ മനസ്സുള്ളവരുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കമ്പനി വേറെ ലെവലിലേക്ക് വരികയാണ്, ഒരു സംശയം വേണ്ട. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്നായി പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്തുകൊണ്ടും ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിൽ തിളങ്ങി നിൽക്കുന്ന അല്ലേ സ്വർണ്ണ നക്ഷത്രമായിട്ട് ബയോട്ടോറിയം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സംശയം വേണ്ട. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണുള്ളതെന്ന ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് എല്ലാവർക്കും ഈ പ്രോഗ്രാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആവേശത്തോടു കൂടിയിട്ട് നമുക്ക് വിജയിക്കാൻ ഇത്രയേ ഉള്ളൂ. സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ. പുതിയ ആളുകളിലേക്ക് പോവുക. നെഗറ്റീവ് പറയാതെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവരെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്കും ബിസിനസ്സിലേക്കും സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. നിങ്ങൾ പോയി നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മനസ്സ് ഇല്ലേ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഡൗട്ടും ഈ കമ്പനിയെ കുറിച്ച് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഡൗട്ടുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ആളുകളെ കാണാനും സംസാരിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. പുതിയ ബിസിനസ് അവസരങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹവും ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അതിനുള്ള ഊർജവും ആവേശവും മനസ്സും ഈശ്വരൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥനയോടെ വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു.